സ്വർഗാവകാശികളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ പടിവാതിലേക്ക് അങ്ങനെ കൊണ്ടുപോകും. സ്വർഗത്തിന്റെ വാതിലിലേക്ക് അവരെത്തിച്ചേരുമ്പോഴാകട്ടെ ആ വാതിലിനടുത്ത് ഒരു മരമുണ്ടായിരിക്കും. ആ മരച്ചുവട്ടിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും, ഒഴുകുന്നുണ്ടാകും. ഐനാനി തജ്രിയാനി, രണ്ട് സമൃദ്ധമായി ഒഴുകുന്ന പുഴകൾ. ശ്രദ്ധിക്കണേ, ഹബീബ റസൂലുള്ള പറയാണ്, ഈ ആയത്തിന്റെ വിശദീകരണമാണ് പറയുന്നത്. ഈ ആയത്തിന്റെ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് മുസ്തഫ നബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വാതിലിന് തൊട്ട് വലിയ മരമുണ്ടാകും. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മനോഹരമായ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അങ്ങനെ ഒരു പുഴയിലേക്ക് അവരെ നയിക്കും, ഒരു പുഴയിലേക്ക് കൊണ്ടുപോകും. അവിടേക്ക് അവർ ചെല്ലും. അവരെ ചെല്ലാൻ അവരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഉണ്ടാകും. ആ വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചാൽ ആ വെള്ളം ആ പുഴ ഇല്ലാതാക്കി കളയും. എല്ലാം എന്തൊക്കെ വൃത്തികേടുണ്ടോ ആ വെള്ളം കുടിക്കുന്നതോടുകൂടെ മിൻ അദൻ ഔ ഖദൻ, എല്ലാ മാലിന്യവും എല്ലാ വൃത്തികേടും. എന്ന് ആശയപരമായ വൃത്തികേട്, രണ്ട് ശാരീരികമായ വൃത്തികേട്. അത് കുടിക്കുന്ന പെണ്ണിന് പിന്നെ ഹൈലുണ്ടാവില്ല. ആൻ എക്സാമ്പിൾ, അത് കുടിക്കുന്നവർക്ക് പിന്നെ മൂത്രം ഉണ്ടാവില്ല, പിന്നെ കാഷ്ടം ഉണ്ടാവില്ല. സ്വർഗത്തിലുള്ളവർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചോദിച്ചു, പിന്നെ പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂഡന്മാരാണ് നബിയോട് ചോദിച്ചത്, പിന്നെ എങ്ങനെ ഈ വേസ്റ്റ് ഒക്കെ പുറത്തു പോകാം? അപ്പോൾ ഹബീബ് പറഞ്ഞു, സ്വർഗവാസികൾ വിയർക്കും. വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധവും ഉണ്ടാവും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെ ഒന്നാണ് അവർ കുടിക്കും. അതോടുകൂടെ എല്ലാം അവരുടെ ശരീരത്തിന് എല്ലാ വൃത്തിയോടും പോകും. ഒരു പുഴയെന്ന് കുടിക്കും. അതിന് അവർ രണ്ടാമത്തെ പുഴയുടെ അടുത്ത് ചെല്ലും. അവിടെ നിന്ന് അവർ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു മനോഹരമായ ഒരു വർണ്ണം അവരെ ഇങ്ങനെ മൂടും. ഒരു മനോഹരമായ വർണ്ണം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ജമാൽ യൂസുഫ, യൂസുഫിന്റെ സൗന്ദര്യം ഉണ്ടാകുമെന്ന് പുണ്യനബി അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെയാ പെണ്ണുങ്ങൾ ആനന്ദിക്കും ആണുങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്കായിരിക്കും. പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്കായിരിക്കും. ആണിനെ കാണാൻ ഭൗതിക ലോകത്ത് പെണ്ണിനെ കാണാൻ ആണ് കൊടിക്കുന്നത് പോലെ പാരത്രിക ലോകത്ത് ആണിന്റെ സൗന്ദര്യം കാണാൻ പെണ്ണാണ് കൊടിക്കുക. അത്രയും മനോഹരമായ സൗന്ദര്യമാണ്. കാരണം ആണാണല്ലോ നേതാവ്. അതാ അവിടെ വെച്ചാണ് അള്ളാഹു നൽകുക. ഇവിടെ രണ്ട് തട്ടില. ഇവിടെ പെണ്ണിന് സൗന്ദര്യം ആണ് കൂടുതൽ ആണിനേക്കാൾ. പെണ്ണ് തന്നെ പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു സൗന്ദര്യം പെണ്ണിനുണ്ടാവും. എന്നാല് സ്വർഗലോകത്തെത്തിയാലോ സൗന്ദര്യം മുഴുവനും ആണിനായി. പെണ്ണുണ്ടാവില്ല എന്നല്ല, പക്ഷെ മനോഹരമായ ഒരു വർണ്ണം ഉണ്ടാവും ആണിന്. മനോഹരായിരിക്കും. എല്ലാവർക്കും ജമാൽ യൂസുഫ്, യൂസുഫിന്റെ സൗന്ദര്യം ഉണ്ടാകുമെന്ന് പുണ്യനബി. അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതോടുകൂടെ എല്ലാം ശരിയാവും. പിന്നെ അവരുടെ തൊലിയുടെ കളർ മാറുകയില്ല. ഒരു നല്ല ഒരു കളർ, അറ്റമില്ലാത്ത കാലത്ത് ഒരു കളർ ഉണ്ടാവും അവർക്ക്. അവരുടെ മുടി പിന്നെ വെളുക്കുകയില്ല, നാശമാവുകയില്ല, ജട കുത്തുകയില്ല, ഒരു കുഴപ്പം. ഒരു പ്രത്യേകമായ ഒരു പെയിന്റ് അടിച്ചത് പോലെ ഉണ്ടാകും അവർക്ക്. ഒരു പ്രത്യേകമായ വർണ്ണം, മനോഹരമായ ഒരു പ്രത്യേകമായ ഒരു വെള്ളയും ചുവപ്പുമല്ലാത്ത അതിമനോഹരമായ ഒരു വർണ്ണം അവരിൽ അങ്ങനെ വ്യാപിക്കും. ഇതോടുകൂടെയാണ് പിന്നെ അവർ സ്വർഗത്തിന്റെ വാതിലിൽ കയറുക. വാതിലിന് തൊട്ട് മുമ്പാണ്. അതോടുകൂടെ സുഗന്ധവാഹികളെ, മനോഹരമായ വർണ്ണമുള്ളവരെ, സുഗന്ധമാവാഹിച്ചവരെ, കേറുവീൻ കേറുവീൻ, എന്നിട്ട് ഇവിടെ എന്നും എന്നും വസിക്കുവീൻ എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു അബി ദുനിയ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ
ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين إن المتقين في جنات وعيون സ്വർഗീയ ആരാമങ്ങളിലും അരുവികളിലുമാണ് ഭക്തന്മാരായ വിശ്വാസികൾ വസിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉദ്ഖുലൂഹ അവരോട് പറയപ്പെടും, പ്രവേശിച്ചുകൊള്ളുവീൻ ബിസ്സലാമിൻ ആമിനീൻ, നിർഭയരായി സമാധാനത്തോടെ, സലാമിന്റെ വചനത്തോടെയും സമാധാനത്തോടെയും ഇങ്ങനെ കേറിക്കൊള്ളൂ. എല്ലാ പോരും എല്ലാ വിദ്വേഷവും അവരുടെ ഹൃദയത്തിൽ നാം നീക്കിക്കളയും. ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകൾക്ക് മേൽ അവരിങ്ങനെ ഫേസ് ടു ഫേസ് ആയി സഹോദരന്മാരെ പോലെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, ഒരു ക്ഷീണവും പിന്നെ അവരെ ബാധിക്കുകയില്ല. സ്വർഗത്തിൽ ഉറക്കമില്ല. എന്തുകൊണ്ട്? ഹബീബായ നബി പറഞ്ഞരുത്, സ്വർഗക്കാർ ഒരിക്കലും ഉറങ്ങുകയില്ല. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. അതുകൊണ്ട് സ്വർഗവാസികൾ ഉറങ്ങുകയില്ല. അവർക്ക് മരണമില്ലാത്തതുപോലെ തന്നെ ഉറക്കുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ക്ഷീണവും ബാധിക്കില്ല. ക്ഷീണം ഉണ്ടാകുമ്പോഴാണല്ലോ ഉറങ്ങുക. ക്ഷീണം ഉണ്ടാകുമ്പോഴേ ഉറങ്ങുക. ക്ഷീണം ഉണ്ടാവില്ല. സ്വർഗത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് പോലും ദുനിയാവിലെ ഈ ലോകത്തെ ഏറ്റവും ശക്തന്മാരായ 100 മല്ലന്മാരുടെ കരുത്ത് അല്ലാഹു നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഹദീസുകളാണ്. 100 മല്ലന്മാരെ കരുത്തുണ്ടാവും. ദുനിയാവിലെ 100 മല്ലന്മാരുടെ കരുത്തുണ്ടാകും ആഖിറത്തിൽ ഒരു മനുഷ്യൻ. ദുനിയാവിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് അതിനാ അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴേക്കടലുള്ള ആൾക്ക് പോലും ലഹു ഖുവ്വത്തും മിഅത്തി റജുലിൻ, 100 കരുകരുത്ത മല്ലന്മാരുടെ കരുത്തുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിഖല്ലദീന തഖൗ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസിഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമാറാ إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. وسيق اللهم اجعلنا منهم. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസീഖല്ലദീന തഖൗ റബ്ബഹും, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചവരെ നയിക്കപ്പെടും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക്. സൂറത്തുൽ സുമറിന്റെ അവസാന ഭാഗമാണത്. ശ്രദ്ധിക്കുക. സുമറൻ കൂട്ടമായി ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. ആ സ്വർഗത്തിന്റെ അരികിലേക്ക് അവർ എത്തുമ്പോൾ ആ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. അതായത് സലാം പറയുന്ന തൊട്ട് മുമ്പാണ് ഞാൻ ആ പറഞ്ഞ ശുദ്ധീകരണം. നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മലക്കുകൾ പറയും, ഇങ്ങോട്ട് പറയും. മലക്കുകൾ ഇങ്ങോട്ട് പറയും. ഇവരുടെ വർണ്ണവും ഇവരുടെ ചേതോഹാരിതയും ഇവരുടെ മഹത്വവും കണ്ടിട്ട് പ്രോട്ടോകോൾ മലക്കുകൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് ആയത്തെന്ന് മനസ്സിലാവുന്നത്. സത്യത്തിലെ അങ്ങോട്ട് ചെല്ലുന്നവരും അവിടെ നിൽക്കുന്നവരും നോക്കിയാൽ സലാം പറയേണ്ടത് ഇവിടുന്ന് ചെല്ലുന്നവരാണ്. എന്നാൽ ഇവര് പ്രത്യക്ഷമാകവേ അവരിങ്ങോട്ട് സലാം പറയും. അത്രയും വലിയ ഇങ്ങോട്ട് സലാം പറയാൻ മാത്രം അവർക്ക് മറ്റുള്ളവർക്ക് കൊടിയുണ്ടാവും. പ്രോട്ടോകോൾ തെറ്റിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. വഖാലലഹും ഖസനത്വ, സ്വർഗം കാക്കുന്ന മലക്കുകൾ ഇങ്ങോട്ട് സലാം പറയും. അവരവിടെ നിൽക്കായിരിക്കും, ഇവരങ്ങോട്ട് ചെല്ലുകയായിരിക്കും. അപ്പോൾ അവരാണ് സലാം പറയുക എന്ന് സൂറത്തുൽ സുമറിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. കേറിക്കോളൂ, എന്നിട്ട് എന്നും ഇവിടെ ശാശ്വതസ്ഥരായി അങ്ങനെ വസിച്ചോളൂ. ഖാലുൽ ഹംദുലില്ലാഹ്,
അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു വാക്ക് ഇടയിലാണ് കയറ്റി പറയാം. അൽഹംദുലില്ലാഹ് എന്ന് ഏത് നന്മ കാണുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അർഹത. ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ, ഒരാൾ ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. മരിച്ചു പോയിട്ട് ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ കിടക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ, ഏത് നിഅമത്തിന്റെയും വില അൽഹംദുലില്ലാഹ്. പുണ്യനബി തുർമുറി ഹബീബായ നബി പറഞ്ഞു, ഇപ്പോൾ പഠിച്ചേക്ക് ഉത്തരം പോന്ന ഹദീസാ, ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ, ഏതൊരു നിഅമത്തിന്റെയും വില അൽഹംദുലില്ലാഹ്. ഈ ഹദീസ് ഇമാം തുർമുദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഗം പഠിക്ക് ഇപ്പോൾ തന്നെ. لا إله إلا الله ثمن الجنة والحمد لله ثمن كل نعمة. لا إله إلا الله ثمن الجنة, സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽഹംദുലില്ലാഹ് ثمن كل نعمة, ഏതൊരു നിഅമത്തിന്റെയും വില അൽഹംദുലില്ലാഹ്. എപ്പോഴും അൽഹംദുലില്ലാഹ്. അതായത് കിട്ടാത്തതിലല്ല പറയേണ്ടത്, കിട്ടിയതിൽ അൽഹംദുലില്ലാഹ്. അറബികളെ കണ്ട് പഠിക്കണം. ഇവിടെയൊക്കെ എന്ത് പ്രയാസാണെങ്കിലും എന്താണ് വിഷയം? അൽഹംദുലില്ലാഹ്. കച്ചവടം തീരണ്ടാവില്ല അറബിക്ക്. എങ്ങനെ കൈഫ ശുഗൽ ബാബ അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാം. നമ്മള് എന്ത് പറയും? പ്രാവശ്യം വളരെ മോശം, കഴിഞ്ഞൊല്ലം തർക്കമില്ലായിരുന്നു എന്ന് പറയും. കഴിഞ്ഞൊല്ലം എന്റെ എന്ന് പറഞ്ഞത് കഴിഞ്ഞൊല്ലം വളരെ തർക്കമില്ലായിരുന്നു, കൊല്ലം മോശം. ഇവന് നന്നാണ് കൊല്ലേണ്ടാവണില്ല. എന്താണ് നമ്മൾ ഇങ്ങനെ ആയത്? അല്ലാഹു അഅലം. അല്ല, ഇവര് എന്താണ് നമുക്ക് ഏത് ഇവിടെ ധരിക്കുന്ന കുറെ കച്ചവടക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പാട്ട് പഠിച്ച ആളുകളാ മേക്കവാറും ഇരിക്കണമൊക്കെ. ഏതെങ്കിലും അപൂർവമായിട്ട് വല്ല ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഖുർആൻ ക്ലാസ്സിനെ കരുതി കൂട്ടി പറഞ്ഞതുമാണ്. കാരണം ഈ രംഗത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് വ്യത്യാസം ക്ലാസ്സുകൾക്കുണ്ട്. ഞാൻ മാത്രമല്ല പലരുടെയും അടിക്കടിയുള്ള കയറ്റുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സ്ഥിരം പരിപാടിയാണ്. എന്താ വർത്താനം? എന്തുണ്ട്? കച്ചവടം എങ്ങനെയുണ്ട്? കൊല്ലം വളരെ മോശം. അടുത്തൊല്ലം കണ്ടാലോ? അടുത്തൊല്ലം പറയാം കൊല്ലം വളരെ മോശം, കഴിഞ്ഞൊല്ലം തിരക്കടില്ലായിരുന്നു എന്നാ. ഈ തിരക്കടില്ലായിരുന്നു പിറ്റത്തെ കൊല്ലം പറയുന്ന ആ കൊല്ലത്തെ കുറിച്ച് അതിന്റെ തലേ കൊല്ലം പറഞ്ഞത് വളരെ മോശം. അത് അറബിയോട് ചോദിക്കുക, എത്ര കട പൊളിഞ്ഞ് പാളീസാണെങ്കിലും ബാബ അൽഹംദുലില്ലാഹ് അല്ലേ പറയേ. ഇത് അറബികൾ പറയുന്നത് കേട്ടവരെന്ന് കൈപ്പൊക്കി. അറബികളെ വായിൽ കെട്ടാൻ നമ്മളില്ല. അറബികൾ ആരും കുറ്റം പറയണ്ട, അറബികൾ ഭയങ്കര. അവരിലെ മുഹമ്മദ് എന്ന മനുഷ്യൻ വരൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അവരിലെ വരൂ. അവർ വലിയവർ തന്നെയാ, അവർ സാധാ തന്നെയാ, അവർ കരുത്തുള്ളവർ തന്നെയാ, അവർ തവക്കുലാണ്. അവർ ലാ ഇലാഹ, അതല്ലേ ഖബറിൽ നിന്ന് എണീക്കുന്ന ഒരു മനുഷ്യൻ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന, ഇന്ന് വിഷമം എനിക്കില്ലാതാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീക്കുകയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ പറയുന്ന വാക്ക് ഇങ്ങനെയാ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, വിഷമമില്ലാതാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ കയറുമ്പോഴും വഖാലുൽ ഹംദുലില്ലാഹ് وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. ഞങ്ങൾക്ക് കിട്ടി, പണിയെടുത്തവർക്ക് കിട്ടുന്നത് വലിയ ഭാഗ്യമാണല്ലോ, വലിയ കൂലിയാണല്ലോ എന്ന് പറയും. അള്ളാഹു പണിയെടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാ കേട്ടോളൂ, വെറുതെ കിട്ടുകയില്ല. പണിയെടുക്കാം, പണിയെടുത്താലല്ലാതെ സ്വർഗം കിട്ടില്ല. പണിയെടുക്കണം റബ്ബിന് വേണ്ടി. എന്ത് പണിയും ഏത് പണിയാ? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ വചനം മേലെയാകാനുള്ള എല്ലാ പണിയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം അല്ലാഹുവിന്റെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹിന്റെ വചനം മേലെയാകാനുള്ള എല്ലാ പണിയും, അള്ളാഹിന്റെ വചനം മേലെയാകണം. അതിനു വേണ്ടിയുള്ള പണികളൊക്കെ മുഅ്മിനീങ്ങൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ വിശദീകരിക്കണില്ല,
ചുരുക്കത്തിൽ സ്വർഗപ്രവേശത്തിന്റെ മനോഹരമായ ഒരു സന്ദർഭത്തെ പറഞ്ഞതാണത്. ഇനി ചില ആയത്ത് കൂടി ഞാൻ കാണിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين يا عباد لا خوف عليكم اليوم ولا أنتم تحزنون الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون. കേട്ടോളൂ കേട്ടോളൂ. സൂറത്തു സുഖ്റൂഫിന്റെ 67, 68, 69, 70 ആയത്തുകളാണ്. സുഖ്റൂഫ് അധ്യായത്തിൽ നിന്നാണ് ഈ ഓടിയത്. ശ്രദ്ധിക്കുക. അല്ലാഹില്ല. ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രധാനം, സ്വർഗത്ത് കയറേണ്ട അവരുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം മോശപ്പെട്ട ഒരാൾ ചങ്ങാതിയായി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒന്ന്, അത് ഇന്ന് പരിശോധിക്കണം. നമ്മുടെ ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് ഒഴിവാക്കണം. മോശപ്പെട്ട ചങ്ങാതിമാരുണ്ടെങ്കിൽ സ്വർഗത്ത് കയറില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ. എന്തുകൊണ്ട്? ഒന്ന്, അവൻ നമ്മെ മോശം ഉപദേശിക്കും, അപ്പൊ നമ്മൾ നാശവും. അള്ളാഹു കാക്കട്ടെ. രണ്ട്, അവൻ മഹ്ശറിൽ വെച്ച് പറയും. അങ്ങനെയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തുസ്അലു അൻ സ്വഹബത്തി സഅ, ഒരു മണിക്കൂറിന്റെ ചങ്ങായിത്തം ഉണ്ടായാലും ചോദ്യം ഉണ്ടാകുമെന്ന് ഹബീബായ നബി. കേൾക്ക് ഹബീബായ നബി പറഞ്ഞു, തുസ്അലു അൻ സ്വഹബത്തി സഅ, ഒരു മണിക്കൂറിന്റെ ചങ്ങായിത്തം ഒരാളോട് ഉണ്ടായാലും ആ ചങ്ങാത്തം കൊണ്ട് നീ ആഖിറത്തിലേക്ക് എന്തു നേടി എന്ന് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. ഒരാൾ ചങ്ങാതിയാവുമ്പോൾ ശ്രദ്ധിക്കണം. മോശപ്പെട്ട ഒരാളെ കൂട്ടുകാരാക്കരുത്. ബന്ധപ്പെടുന്നവരോടല്ല കൂട്ടുകാരാക്കരുത്, ചങ്ങാതിയാക്കരുത്. മോശപ്പെട്ട ഒരു ചങ്ങാതിയായാൽ നരകം നമ്മുടെ വാസസ്ഥലമാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹില്ലാഹ് യൗമൈദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. എല്ലാ കൂട്ടുകാരും തമ്മിൽ ശത്രുക്കളാകും. മുത്തഖീങ്ങളല്ലാത്ത എല്ലാ കൂട്ടുകാരും തമ്മിൽ ശത്രുക്കളാവും. അവിടെ മഹ്ശറിലെത്തിയാൽ തമ്മിൽ പഴിചാരുന്ന പണി മാത്രമായിരിക്കും അവരുണ്ടാവുക. അങ്ങോട്ടും കൊണ്ട് അവർ പഴിചാരിക്കൊണ്ടേയിരിക്കും. അവനെ കൊണ്ട് ഞാൻ നാശമായി എന്ന് പറയും, എന്നെ കൊണ്ട് അവൻ നാശമായി, അവനെ കൊണ്ട് ഞാൻ നാശമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അള്ളാഹു കാക്കട്ടെ. നല്ലവരാണെങ്കിൽ നേരെ മുത്തഖീങ്ങൾ, കൂട്ടുകാർ ഒന്നിച്ച് പടച്ചവൻ അങ്ങനത്തെ ഒരു കൂട്ടുബന്ധം നമുക്ക് തരട്ടെ. അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഈ കൂട്ടുബന്ധം അള്ളാഹു തആല സ്വർഗത്തിൽ സന്തോഷിതരായി ഇരിക്കാനുള്ള ഒരു കൂട്ടുബന്ധമാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത്തരം ആളുകളോട് ബന്ധം വ്യാപിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചു. അതിലുമുണ്ടൊരു ജാഫർ. അവിടെയാണ് നമ്മളെ വേദന. അതിലുമുണ്ടൊരു ജാഫർ. 7-ാം മാസം റമളാന് ഹബീബായ റസൂലുള്ള പറഞ്ഞു, ശാരിബുൽ ഖംറി ഇൻ മാ തലഖിയല്ലാഹ കആബിരി വസനിൻ ഖാല റസൂലുള്ളാഹി. കേട്ടോ? അങ്ങോട്ടും കൊണ്ട് തല തിരിക്കണ്ട. കള്ള് വയറ്റിലുള്ള നേരത്ത് ഒരാൾ മരണപ്പെട്ടാൽ അവൻ മുശരിക്കിനെ പോലെയല്ലാതെ അള്ളാഹുവിനെ കാണുകയില്ല. ഖുലൂദും ഫിന്നാർ എന്നർത്ഥം. അള്ളാഹു കാക്കട്ടെ. എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാരിബു ഖംറിൻ ഇൻ മാത, കള്ള് കുടിച്ച നേരത്തെ ഒരാൾ മരിച്ചാൽ ലഖിയല്ലാഹ കഅബിദി വസനിൻ, അയാൾ. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാരിബു ഖംറിൻ ഇൻ മാത ലഖിയല്ലാഹ കഅബിദി വസനിൻ, ബിമ്മത്തിന് ആരാധിക്കുന്നവരെ പോലെയല്ലാതെ അവർ അള്ളാഹുവിൽ എത്തിച്ചേരുകയില്ല എന്നാണ്. കള്ള് വയറ്റിലുള്ള നേരത്ത് മരിച്ചാൽ നരകോർപ്പാണ്. പടച്ച നമ്മളെ കാക്കട്ടെ. അള്ളാഹുവേ നീ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ അയാൾക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാവർക്കും മാപ്പ് ചെയ്യണമേ റബ്ബേ. കുട്ടികളെ കള്ള് കുടിക്കരുത്. ഏത് കള്ളിനെ കുറിച്ചാ മക്കളെ ഇന്ന് വിശ്വാസമുള്ളത്? ഒന്ന്, അതിന്റെ ഭൗതികമായ സാഹചര്യം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. എത്ര ആളാ മരിച്ചത്? അതിലുമുണ്ട് ജാഫർ. അവിടെയാണ് നമ്മളെ വേദന. റമളാൻ മാസം കാലം കള്ള് കുടിച്ച് ജാഫർ മരിച്ചു. പടച്ചവനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യം എന്താ? അടിസ്ഥാന കാരണം കൂട്ടുകാർ മോശമായതാ.
الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون. സ്വർഗപ്രവേശത്തിൽ നിങ്ങൾ ഇങ്ങനെ സന്തോഷഭരിതരായി നിങ്ങളും നിങ്ങളെ ഇണകളും സ്വർഗത്തിൽ കയറിക്കൊള്ളൂ എന്നവരോട് പറയപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭാര്യ ഭർത്താക്കൾ പരസ്പരം ഈമാനിന് വേണ്ടി സഹകരിച്ച ഭാര്യ ഭർത്താക്കൾ രണ്ടാളും അള്ളാഹു സ്വർഗത്തിൽ ഇണകളായി കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഭാര്യ ഭർത്താവിന്റെ ഈമാനിന് വേണ്ടി അധ്വാനിക്കുക, ഭർത്താവ് ഭാര്യയുടെ ഈമാനിന് വേണ്ടി അധ്വാനിച്ച രണ്ടാളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളോട് നമ്മുടെ കഞ്ഞിയുടെ ഉപ്പിലിന്റെ കാര്യമല്ല പറയേണ്ടത്, പെണ്ണുങ്ങളോട് പറയണം എനിക്ക് സ്വർഗം കിട്ടേണ്ട കാര്യം ഈ എന്നെ ഓർമ്മപ്പെടുത്തണം, നിനക്ക് സ്വർഗം കിട്ടുന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തും. അതായത് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്ന മനുഷ്യ, ബാങ്ക് കൊടുത്തില്ലേ എന്ന് പറയുന്ന പെണ്ണ് പുറത്തിറങ്ങുന്ന നേരത്ത് ഇങ്ങനെ ഇറങ്ങരുത്, നിന്റെ സ്വർഗം തടയുമെന്ന്, നിന്റെ കോലം മാറ്റ്, ഈ നിരക്ക് പുറത്തിറങ്ങിയാൽ നിന്റെ സ്വർഗം തടയുമെന്ന് അങ്ങോട്ട് പറയുന്ന ഭർത്താവ്. ആ ഭാര്യക്കും ഭർത്താവിനും സ്വർഗത്തിൽ സന്തോഷത്തിരിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ, ദുന്യാവിൽ എന്തോ കൊടുത്തവനല്ല ഏറ്റവും നല്ല കൂട്ടുകാരൻ. ഏറ്റവും നല്ല കൂട്ടുകാരൻ സ്വർഗം കിട്ടാൻ സഹായിച്ചവനാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് ഈ ലോകത്ത് ആരെക്കാളും പ്രധാനം, സ്വന്തം തടിയേക്കാൾ പ്രധാനം ഹബീബായ നബിയ. എന്തുകൊണ്ട്? സ്വർഗം കിട്ടാൻ കാരണക്കാരൻ മുഹമ്മദ് നബിയ. മനസ്സിലായില്ലേ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അവരുടെ തടിയേക്കാൾ പ്രധാനം മുഹമ്മദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം തടിയേക്കാൾ പ്രധാനം മുഹമ്മദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സ്വർഗത്തിന് സഹായിച്ചുകൊണ്ടാണ്. അതാണ് അബു ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഹദീസിന്റെ ആ ആയത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെ, ആ സുഹ്റുഫിലെ ആയത്തിന്റെ വ്യാഖ്യാനം മുസ്തഫ നബി പഠിപ്പിച്ചത് ഓടി അങ്ങോട്ട് പറഞ്ഞുതരാം. ഇവർ സ്വർഗത്തിൽ മലക്കുകൾ ഇവർക്ക് സ്വാഗതം പറഞ്ഞു, നേരെ സ്വർഗത്തിൽ ഇവരെ കയറി വരും. അപ്പോൾ കുട്ടികൾ പൊടിയും. കുടുംബക്കാര് വിരുന്ന് വന്നാല്, വീട്ടിലെ കുട്ടികൾ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടുംബക്കാര് വിരുന്ന് വന്നാല് കുട്ടികൾ പൊടിയും പോലെ ഒരാൾ സ്വർഗത്തിൽ കയറി വന്നാൽ ആദ്യം കുട്ടികളാണ് പൊടിയും. ഭയങ്കര സന്തോഷിക്കും കുട്ടികൾ, ഭയങ്കരമായി കുട്ടികൾക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രംഗാണ് നമ്മൾ വർണ്ണന രസം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു കുടുംബക്കാരൻ കയറി വന്നാൽ കുട്ടികൾ പൊടിയും പോലെ ഭയങ്കര സ്നേഹം. ഒരു കുടുംബക്കാരൻ വന്നാൽ എപ്പോഴും പൈസ കൊടുക്കും, നല്ല വിഭവം കൊണ്ടേ വരൂ, കുട്ടികളെ വളരെ സന്തോഷിപ്പിക്കും, കഥ പറഞ്ഞു കൊടുക്കും. ഇങ്ങനത്തെ ഒരു കുടുംബക്കാരൻ വിരുന്ന് വന്നാൽ കുട്ടികൾ പൊടിയോലോ. ആ പൊടിയും പോലെ ഒരാൾ സ്വർഗത്തിലേക്ക് കയറി വന്നാൽ സ്വർഗത്തിലെ ബാലന്മാർ ഈ മുഅ്മിനെ പൊടിയുമെന്ന് പുണ്യനബി. ആ ബാലന്മാരെ അള്ളാഹു അങ്ങനെ തന്നെ സൃഷ്ടിച്ചതാണ്. അവർ അവരെന്നും ബാലന്മാരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരിങ്ങോട്ട് പൊടിയും. അങ്ങനെയാ അടുത്ത കുടുംബക്കാർ വിരുന്ന് വന്നാൽ സൗഭാഗ്യവാന്മാരും സന്തോഷവാന്മാരും കുടുംബത്തിന് ഗുണം ചെയ്യുന്നവരുമായ കുടുംബം വിരുന്ന് വന്നാൽ കുട്ടികൾ പൊടിയുന്നത് പോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിൽ കയറുന്ന വാതിൽ അങ്ങോട്ട് കിടക്കുന്നത് പോലെ കുട്ടികൾ കുടക്കുന്നതോട് കൂടെ കുട്ടികൾ അയാളെ പൊടിയുമെന്ന് പുണ്യനബി. എന്നിട്ട് കുട്ടികൾ പറയും, അബ്ശിർ, സന്തോഷിച്ചോ, എന്തൊക്കെയാണ് പടച്ചോൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, ഞങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ, എന്തൊക്കെയാ കയറി വരി. കുട്ടികളെ ഇങ്ങനെ കൊണ്ട് കുട്ടികളിങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നിടയിൽ ഒരു കുട്ടി ഓടും. ഈ കൂട്ടത്തിന്ന് ഒരു കുട്ടി നേരെ ഇയാളുടെ ഏറ്റവും വലിയ കൊട്ടാരത്തിലേക്ക്. ഇയാൾക്ക് ഒരുപാട് കൊട്ടാരുണ്ടാവും സ്വർഗത്തിൽ, ഏറ്റവും മനോഹരമായ കൊട്ടാരത്തിലേക്ക്. ആ കൂട്ടത്തിൽ മറ്റുള്ള കുട്ടികൾ ഇയാളെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് ഒരു കുട്ടി ഓടും. അയാളുടെ ഏറ്റവും നല്ല ഹൂറുൽ കവാഇബിൽ പെട്ട ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. നിങ്ങൾ ആള് വന്നിട്ടുണ്ട്, ദുനിയാവിൽ അയാൾക്ക് വേണ്ടി പറയപ്പെടുന്ന ഏറ്റവും നല്ല പേര് വിളിച്ചിട്ട് പറയും, നിങ്ങളെ ഭർത്താവില്ലേ, ആള് വന്നിട്ടുണ്ട് എന്ന് പറയും. സ്വർഗത്തിൽ ഹൂറുലിങ്ങളോട് പോയി പറയും. ഈ കുട്ടി ഓടിച്ചെന്ന് പറയും. പെണ്ണ് ചോദിക്കുമാണ്, നീ കണ്ടോ?
ഒന്നും ഒരു വിശ്വാസം വരാത്തതുപോലെ. നീ കണ്ടിട്ടുണ്ടോ? اللهم اجعلنا منهم اللهم اجعلنا منهم اللهم وفقنا اللهم وفقنا فإنك خير موفق اللهم وفقنا يا الله اللهم وفقنا يا الله اللهم وفقنا يا الله نرجو رحمتك يا الله اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. നിങ്ങളെ ഓടി കണ്ടോ? അപ്പോൾ അയാൾ കുട്ടി പറയും ഞാൻ കണ്ടോന്നോ? ഞാൻ കണ്ടു. അദ്ദേഹം എന്റെ നേരെ പിന്നിൽ വരുന്നുണ്ട്. ഞാൻ ഓടിയതാണ്, ഞാൻ കൈയ്യെടുത്തല്ലേ ഓടിയതാണ്. നിങ്ങളോട് വിവരം പറയാൻ വേണ്ടി ഞാൻ പാഞ്ഞു വന്നതാണ് എന്ന് പറയും. സ്വർഗത്തിന്റെ തന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കലിൽ പെണ്ണ് വന്ന് കാത്തു നിൽക്കും. നേരെ പെണ്ണ് വന്ന് കാത്തു നിൽക്കും ഭർത്താവിനെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ വേണ്ടി. ഹൂറുൽ കവാഇബായ പെണ്ണുങ്ങൾ. അയാളെ കൊട്ടാരത്തിൽ ചെന്നാലോ ഈ കൊട്ടാരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് ആദ്യം അയാൾ നോക്കുക. സുബ്ഹാനല്ലാഹ്. മനോഹരമായ മാണിക്യത്തിന്റെ കല്ല് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്. മാണിക്യത്തിന്റെ കല്ലുകൊണ്ടാണ് ഈ മനോഹരമായ മുത്തിന്റെ അതിമനോഹരമായ മുത്തിന്റെ കൊട്ടാരമാണ്. അതിന്റെ കല്ലുകൊണ്ടാണ് ആ കൊട്ടാരം ഉണ്ടാക്കിയത്. മനോഹരമായ കൊട്ടാരങ്ങൾ. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, വഹ്മറും നല്ല മനോഹരമായ ചുവപ്പുണ്ട്. എല്ലാ അഴകാർന്ന വർണ്ണങ്ങളുമുണ്ട്. പിന്നെ അയാൾ തല ഉയർത്തി നോക്കും. അതിന്റെ മുകളിലുള്ള അതിന്റെ മുകൾ ഭാഗത്തെ സഖഫ്, അതിന്റെ മുകൾ ഭാഗം വാർപ്പ് എന്താണ് സഖഫിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അത് വാർത്തിട്ടുള്ളത് എന്ന് നോക്കും. ഇടിമിന്ന് പോലെയുള്ള ഒരു സാധനം, എന്തോ മനോഹരമായ കണ്ണഞ്ചിക്കുന്ന പ്രകാശം കൊണ്ടാണ് അതിന്റെ മേൽക്കൂര. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കണ്ണഞ്ചുന്ന പ്രകാശം കൊണ്ടുള്ള മേൽക്കൂര, മുത്തിന്റെ മനോഹരമായ മുത്തിന്റെ കൊട്ടാരം, കണ്ണഞ്ചിക്കുന്ന സ്വർണത്തിന്റെ പ്രകാശവർണ്ണത്തിന്റെ മേൽക്കൂരയും മുത്തിന്റെ അടിത്തറയും ചുമരുകളും, പിന്നെ മനോഹരമായ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിന്റെ മേൽക്കൂരയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൗലാ അന്നല്ലാഹ ഖദ്ദറ ലഹു ലഅലമാ യദ്ഹബ ബിബസരിഹി. ആ നോട്ടത്തിൽ അള്ളാഹു അയാളെ സംരക്ഷിച്ചത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അയാളുടെ കണ്ണ് പോകുമായിരുന്നു. അത്രയും വലിയ പ്രകാശമാണ് മേൽത്തട്ടിനുള്ളത് എന്ന് പുണ്യനബി. പിന്നെ അയാൾ തന്റെ ഇണകളെ നോക്കും. ونمارق مصفوفة وجوه يومئذ ناعمة لسعيها في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. മനോഹരമായ തലയണകൾ, ഇങ്ങനെ അണിയായി തലയണകൾ. വളരെ മനോഹരമായ തലയണകൾ അണിയായി വെച്ചിരിക്കുന്നു. വളരെ മനോഹരമായ വിരിപ്പുകൾ അയാൾക്ക് വേണ്ടി മേത്തരം വിരിപ്പുകൾ മനോഹരമായി വിരിച്ചു വെക്കുകയും ചെയ്തിരിക്കും. അതെല്ലാം നേരത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, ഇതെല്ലാം കാണുന്ന നേരത്ത് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന് വിളിച്ചു പറയുമെന്ന് പറഞ്ഞല്ലോ. ആ രംഗം അതാണ്. അത് സന്തോഷത്തിന്റെ സന്ദർഭമാണ്. ആ
ആ സന്ദർഭത്തിൽ ചാരിയിരുന്നിട്ട് അവരിങ്ങനെ വിളിച്ചു പറയുമെന്ന് പുണ്യൻ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന് വിളിച്ചു പറയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി അനുവാദം പറയാണ്. ഇനി അനുവാദത്തിലേക്ക് പ്രവേശിക്കാം. ഉരിളത അലയ്യൽ ഉമമു ഫറഅയ്തു النبي ومعه الرهيط والنبي ومعه الرجل والرجلان والنبي ليس معه أحد إذ رفع عليه سواد عظيم فظننت أنه أمتي فقيل لي هذا موسى وقومه. ഹബീബ നബി പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് വിവിധങ്ങളായ സംഘങ്ങളെ സ്വർഗത്തിലേക്ക് പോകുന്നവരെ നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. കൊച്ചു സംഘങ്ങൾ, ഒരു പ്രവാചകനും ഒരു നബിയും കൊച്ചു സംഘവും. വൻ നബിയും വേറൊരു നബി, ഒമാഹുർ റജുലു, ആ നബിയോട് കൂടെ ആകെയുള്ളത് ഒരാളാണ്. ഒരു റജുലാനി വേറൊരു നബി കൂടെ ഉള്ളത് രണ്ടാളാണ്. വൻ നബി വേറൊരു നബിയും അള്ളാഹു സ്വർഗത്തിലേക്ക് പോകുന്നവരെ നേരത്തെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വൻ നബി വേറൊരു നബി ലൈസ മഅഹു അഹദുൻ, ആ നബിക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കിട്ടാത്ത നബിമാരും ഉണ്ടാവും. ഒരാളെപ്പോലും ആയുസ് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഒരു അനുയായിയെ കിട്ടാത്ത നബിമാരുണ്ടായിട്ടുണ്ട്. അവിടെയാണ് മുഹമ്മദ് മുസ്തഫയുടെ പ്രത്യേകത. ചിന്തിക്കണം. ഈ ഹദീസ് ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. ഹബീബ നബീന് അള്ളാഹു എനിക്ക് നേരത്തെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരെ നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ചെറിയ സംഘം ആളുകളെയും കൊണ്ട് പോകുന്ന നബിയെ അള്ളാഹു കാണിച്ചു തന്നു. ചില ആള് ഒരാൾ കൂടെ, ചില രണ്ടാൾ കൂടെ. നബിയ വേറെ നബിയെ കാണിച്ചു. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ നബിയോട് കൂടെ ആരുമില്ല. ഒരു വലിയ സംഘം ആളുകളെ ഒരിക്കൽ അള്ളാഹു എനിക്ക് കാണിച്ചത്. അതെന്റെ സമുദായമാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഫഖീലലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ ഖൗമുൻ മൂസ അലൈഹി ഖൗമുഹു, മഹാനായ ഹാദാ മൂസ വ അലൈഹി ഖൗമുഹു, അത് സയ്യിദുനാ മൂസ നബിയും അദ്ദേഹത്തിന്റെ ഖൗമുമാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമായി എന്റെ ജനതയെ കാണാം. അപ്പോൾ അല്ലാഹു എന്നോട് പറഞ്ഞു, നിങ്ങൾ ചക്രവാളത്തിലേക്കൊന്ന് നോക്കൂ നബിയേ. ദുനിയാവിൽ അല്ലാഹു ഹബീബിനെ കാണിച്ചു കൊടുത്തൊരവസ്ഥ പറയാണ്. ചക്രവാളത്തിലേക്ക് നോക്കാൻ എന്നോട് അല്ലാഹു പറഞ്ഞു. ഞാൻ ചക്രവാളത്തിലേക്ക് നോക്കി. ഒരു മഹാസംഘം ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്നോട് പറയപ്പെട്ടു, അങ്ങേ ചക്രവാളത്തിലേക്ക് നോക്കൂ എന്നോട് പറയപ്പെട്ടു. ഞാൻ ചക്രവാളങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി നോക്കി. അവിടെയെല്ലാം മഹാസൈന്യം, മഹാസംഘങ്ങൾ. ഇതാണ് അങ്ങയുടെ സൈന്യം, സംഘമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു. ഹബീബായ മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അഹ്ലുൽ ജന്ന, കേട്ടോളൂ. സ്വർഗത്തിലെ മൊത്തം ആളുകളെ നിർത്തിയാൽ 120 സഫാളാണ് സ്വർഗത്തിലുണ്ടാവുക. 120 സഫാണ്. ഒരു സഫിൽ എത്ര ആളാന്ന് റസൂൽ പറഞ്ഞു തന്നിട്ടില്ല. 120 സഫ് ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സഫിൽ കോടാനക്കോടി ഉണ്ടാവും, പേടിക്കണ്ട. നമ്മൾ പള്ളിയിലെ സഫിലേക്ക് വേഗം ആലോചിക്കും. ഓരോരുത്തരും ഒരു റായത്തില്ലാത്തതുപോലെ ഈ അതീത് പറഞ്ഞപ്പോൾ പല ആളുകൾ ഇങ്ങനെ കഴുത്ത് തൂങ്ങിയതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾ വിചാരിച്ച സഫല്ലത്. ഒരു സഫിൽ തന്നെ കോടാനക്കോടി ഉണ്ടാവും. സ്വർഗത്തിലെ സഫല്ലേ. അർളുഹ സമാവാത്ത് വല്ലർന്നു. ആകാശവും ഭൂമിയും കൂട്ടി അത്രയല്ലേ അതിന് വീതിയുള്ളത്. ആകാശവും ഭൂമിയും കൂട്ടി അത്ര വീതിയുണ്ട്. എന്തിന്? സ്വർഗത്തിന്. അപ്പോൾ ആ വീതിയിലാണല്ലോ അങ്ങനെ സഫ് നിർത്താൻ. എത്ര പറയാൻ കഴിയില്ല. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കണേ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹദീസാ. അഹ്ലുൽ ജന്നത്തി 120 സഫാ, സ്വർഗ്ഗക്കാർ 120 സഫുകളായിരിക്കും. വതമാനൂന മിൻഹാ മിൻ ഉമ്മത്തി, അതിൽ 80 സഫും എന്റെ ജനതയാണെന്ന് മുഹമ്മദ് നബി. വഅർബഊന മിൻ സായിരിൽ ഉമം, മറ്റുള്ള എല്ലാ ഉമ്മത്ത് കൂട്ടിയാലും 40 സഫായിരിക്കും. എന്റെ സമുദായം 80 സഫ്. മൊത്തം സ്വർഗത്തിൽ 120 സഫ്. 80 സമുദായവും 80 സഫും എന്റെ സമുദായം. മറ്റുള്ള ലക്ഷക്കണക്കായ നബിമാർക്ക് മൊത്തം കൂട്ടിയാൽ കിട്ടുന്നത് 40 സഫാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഇങ്ങനെ കൂടിയിരുന്നപ്പോൾ ചോദിച്ചു, കൈഫ അൻതും റുബഉ അഹ്ലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ 4/1 ഭാഗമായി കിട്ടിയാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം?
അല്ലാഹു റസൂലായാലും ഞങ്ങൾ എന്താ അഭിപ്രായം പറയുന്ന നബിയെ? നിങ്ങൾ സ്വർഗത്തിന്റെ 4-1 എന്താ നിങ്ങളെ അഭിപ്രായം? അല്ലാഹു റസൂലായാലും എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സമാധാനമാവാത്തതുപോലെ റസൂലുള്ളാഹിക്ക് തോന്നി. നിങ്ങൾ സ്വർഗത്തിന് 3-1 എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പോൾ പറഞ്ഞു ഫദാകാക്സർ, അത് ഭയങ്കര കിട്ടൽ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാവണില്ലേ പറഞ്ഞത്? സ്വർഗത്തിന് 3-1 നിങ്ങൾ ഉണ്ടായ എന്താ നിങ്ങളെ അഭിപ്രായം? ഫദാകാക്സർ യാ റസൂലല്ലാഹ്, അത് കുറച്ച് കൂടുതൽ തന്നെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വർഗത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ എന്താ നിങ്ങളെ അഭിപ്രായം? ഫദാകാക്സർ യാ റസൂലല്ലാഹ്, അത് ഭയങ്കര അധികമല്ലേ നബിയെ? فقال النبي صلى الله عليه وسلم, അപ്പോൾ ഹബീബായ റസൂൽ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി യൗമൽ ഖിയാമത്തി 120 സഫാ വഅൻതും മിൻഹാ 80 സഫാ. നിങ്ങൾ 3-1 നിങ്ങൾ പകുതിയുമല്ല, നിങ്ങൾ 2 എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അമ്മാ വല്ലദീ നഫ്സി ബിയദിഹി ലയബ്അസന്നല്ലാഹു ബികും ഇലൽ ജന്നതി മിസ്ലൽ ലൈലിൽ അസ്വദി സുംറതൻ ജമീആ. ഒരു മഹാപട, ഒരു ഇരുട്ട് പോലെ തോന്നും, ഒരു ഇരുട്ട് കട്ടി കൂടിയത് പോലെ തോന്നും എന്നാണ്. ഈ ഉമ്മത്ത് സ്വർഗത്തിലേക്ക് കയറി വരും. അത്രയാളുണ്ടാവും. ഇന്നാ അഅ്തൈനാക, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. കൗസറിന്റെ ഒരർത്ഥം അവരുടെ ആലമത്ത് സുന്നത്തി മുഹമ്മദിൻ, വണ്ണവലിപ്പാണ്. ഇതാണ് കൗസറിന്റെ ഒരർത്ഥം. കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീർ റാസി എടുത്തു നോക്കുക. അവിടെ കാണാം കൗസറിന്റെ ഒരർത്ഥം ഇന്ന അഅ്തൈനാക ഹൗളൽ കൗസരി എന്നല്ല പറഞ്ഞത്, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. കസ്റത്തിൽ നിന്നുള്ള എല്ലാ കാര്യത്തിനും കൗസർ എന്ന് പറയും. ഒന്ന് കസ്റത്തുൽ ഉലമാ, ഒന്ന് കസ്റത്തുൽ ഉമ്മ. എല്ലാം ഒരു ആലിം, ലക്ഷക്കണക്കായ ആളുകളെയും കൊണ്ട് ഒരു ആലിം വരും. അങ്ങനെ ഈ കോടിക്കണക്കായ ആലിമ്യങ്ങളുണ്ടാവും. അവരുടെയൊക്കെ കീഴിൽ ലക്ഷക്കണക്കായ ആളുകളുണ്ടാവും. ചില ആലിമ്യങ്ങളൊക്കെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ ഉലമാക്കളോട് കൂടെ പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കേ, ഭയങ്കരമാണ് ഈ പറഞ്ഞത്. അതായത് ഒരു ആലിം, ആ ആലിമിന്റെ കീഴിൽ ഭയങ്കര വഫദ്, പിന്നൊരു ആലിം ഭയങ്കരം. ഏതുപോലെ ഒരു നബി സ്വർഗത്തിൽ വരും, ആ നബിയോട് കൂടെ ഒരാളും ഇല്ല. ഒരാള്, 2 ആള്. കുറച്ചാളെ കിട്ടിയത് സയ്യിദുനാ മൂസ, കുറച്ചാളുകൾ. എന്നാൽ ഇതാ ഒരു ആലിം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്, കണ്ണിയത്ത് ഉസ്താദ് റഹ്മഹുല്ലാഹ് ഒക്കെ ഭയങ്കരം തന്നെയാണ്. അവരൊക്കെ പിന്നാലെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൂക്കോയ തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ പാപ്പ, ഇവരൊക്കെ കൂടെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കരല്ലേ അതൊരു ഭയങ്കര സന്ദേശമല്ലേ. ഏതായാലും ഒറ്റക്ക് പോവില്ല, ഇമാമിന്റെ നേതൃത്വത്തിലേ പോകൂ. ഒരാൾക്കാരും ഇമാമല്ലെങ്കിൽ അവൻ നരകത്തിലേക്കാണ്. മൻഷദ്ദ ഫിന്നാർ, അള്ളാഹു കാക്കട്ടെ. അതും കൂട്ടത്തിൽ പറയണം. ഒരാൾക്കാരും ഇമാമില്ല, ഞാൻ ഒറ്റക്കാണ് ഇമാമെങ്കിൽ അവൻ നരകത്തിലേക്കാണ്. അള്ളാഹു കാക്കട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഒരാൾ ഒരൊറ്റക്കാണ്, എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റക്ക് ഖുർആൻ, എനിക്ക് ഒറ്റക്കാരി, ഞാനൊന്നും നോക്കില്ല, ഞാൻ ആരെയും അംഗീകരിക്കില്ല, അത് നരകത്തിലേക്കാണ്. മൻഷദ്ദ, ഒരാൾ ഒറ്റക്ക് പോയാൽ ഷദ്ദ ഫിന്നാർ, അവൻ നരകത്തിൽ ഒറ്റപ്പെടാൻ പോവുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ഹബീബായ നബി പറഞ്ഞു, ഏതൊരാളെയും ഇമാമിന്റെ നേതൃത്വത്തിലേ വിളിക്കും, ഇമാമിന്റെ നേതൃത്വത്തിലേ വിളിക്കും. ഇമാം നല്ലവനാണെങ്കിൽ സ്വർഗത്തിൽ വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന ഹബീബായ മുഹമ്മദ് നബിയാണ്. ആതി ബാബൽ ജന്ന യൗമൽ ഖിയാമ فاستفتحوا فيقول الخازن من أنت فأقول أنا محمد فيقول بك أمرت لا أفتح لأحد قبلك. صحيح مسلم. ഹബീബാ നബി പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലേക്ക് ആദ്യമായി ചെല്ലും. അവ്വലുമായി യുഹർരികു ഹൽഖത ബാബിൽ ജന്ന ഖാല റസൂലുള്ളാഹി വമഈ ഉമ്മത്തി. അല്ലാഹുവേ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ കൂടെ എൻ്റെ സമുദായവും ഉണ്ടാവും. സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചിളക്കുന്ന ആൾ ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് നബി. മലക്ക് പറയുകയും ചെയ്യും, നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും തുറന്നു കൊടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും.
عن أبي هريرة قال قال النبي صلى الله عليه وسلم إن أول زمرة يدخلون الجنة على سورة القمر ليلة البدر. ഹബീബായ നബിയുടെ നേരെ തൊട്ട് പിന്നാലെ ഉണ്ട് ആളുകൾ പൂർണ്ണ ചന്ദ്ര നിലാവുള്ള രാത്രിയിലെ ആ പൂർണ്ണ ചന്ദ്രമുഖികളായ ആളുകളായിരിക്കും. മുഖം ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രൻ മുഖം പോലെ ഉണ്ടാകും അവരുടെ മുഖപ്രകാശം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ والذين يلونهم على أشد كوكب بالسماء. അതിന്റെ കീഴിലുള്ള ആളുകള് ഒരു നക്ഷത്രത്തെ പോലെയായിരിക്കും. ഇങ്ങനെ താഴോട്ട്. പ്രകാശമില്ലാത്തവർക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല. പ്രകാശം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പ്രകാശം ഈമാനാണ്. പ്രകാശമില്ലാത്തവർക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല. പ്രകാശമില്ലാത്ത സ്വർഗത്ത് കിടക്കും. അതുകൊണ്ട് മഹ്ശറിൽ തേടും രണ്ട് കാര്യം. മഹ്ശറിൽ ഒറ്റ കാര്യത്തിനെ മഹ്ശറിൽ മനുഷ്യൻ തേടും. എന്താ? റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. പടച്ചോനെ പ്രകാശം പൂർത്തിയാക്കി തരണേ എന്ന് തേടും. പുറത്തും തരണേ. രണ്ട് കാര്യത്തിനാണ് മഹ്ശറിൽ തേടുക. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. അല്ലാഹു നമുക്ക് തരട്ടെ. മഹ്ശറിൽ തേടൽ രണ്ട് കാര്യത്തിനാ. ഒന്ന് അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് രണ്ടിൻ്റെ മാത്രം പറയാം. ഇത്മാമുൻ നൂർ എന്ന് പറഞ്ഞാൽ ഇത്മാമുൽ ഈമാനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് റബ്ബന അത്മിം ലനാ നൂറനാ, പ്രകാശം പൂർത്തിയാക്കി തരണേ പടച്ചോനെ എന്ന് പറഞ്ഞ അർത്ഥം ഈമാനാണ്. വഗ്ഫിർ ലനാ എന്ന് പറയും, ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയുന്നത് റമളാൻ നമ്മൾ കാര്യമായി പറയുന്ന വാക്കാണല്ലോ. എന്ത്? പുറത്തു തരണേ എന്നുള്ള വാക്ക് റൂഹിൽ കയറുന്നതാണ്. യഥാർത്ഥ തായിബിന്റെ മഗ്ഫിറത്ത് റൂഹിൽ കയറും. അവനത് മറക്കാൻ കഴിയില്ല. എപ്പോഴും അല്ലാഹുമ്മ എന്നാ പറയാം. അതാണ് അതിന്റെ പ്രത്യേകത. അവരുടെ മഗ്ഫിറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്ക്. പൊറുക്കലിനെ തേടിയ ആളുകളെ അള്ളാഹു ശിക്ഷിക്കൂല. രണ്ട് കാര്യമുള്ള ആളുകളെ അള്ളാഹു ശിക്ഷിക്കൂല. ഒന്ന്, ഒരു ജനതയിൽ മുഹമ്മദ് നബി ജീവിക്കുമ്പോൾ ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കൂല. മുഹമ്മദ് നബി ആ ജനതയിൽ ജീവിക്കുന്നതിന് സമമാണ്. മുഹമ്മദ് നബിയുടെ മേലെ സ്വലാത്തില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്ത് പേരിപ്പിക്കാം, ഭയങ്കര കാര്യമാണ്. അങ്ങൊരു ജനതയിൽ ജീവിക്കുമ്പോൾ അങ്ങയെ ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലണമെന്ന് എല്ലാ വിദ്യാർത്ഥികളോടും നമ്മൾ പറയാറുണ്ട്. ദിവസം ഒരു 100 സ്വലാത്ത് ചെല്ലുന്നവരെന്ന് കൈപൊക്കി ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ദിവസവും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. രണ്ട് കാര്യമുള്ളവര് 100 ഞാൻ കണക്ക് പറഞ്ഞല്ലേട്ടാ, പരമാവധി 100 ഞാൻ പറയുന്ന കണക്കാണ്. 100 എന്നല്ല, പരമാവധി ചെല്ല 100എങ്കിലും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ജനതയെ അള്ളാഹു തആല ശിക്ഷിക്കൂല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസ് ഔ അസ്തഗ്ഫാർ ഇലാഹി ലസ്തു للفردوس أهلا ولا أقوى على نار الجحيم فابلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. ഇതെന്ന് ഇവിടെ വെച്ചെല്ലാവരും കാണാതെ പഠിക്കണം. ഇതൊന്ന് കാണാതെ പഠിക്കണം. ഇത് മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ ഒന്ന് ചെല്ലിയാ പോരെ. തമാശക്കൊരു പാട്ടാണ് തോന്നുമ്പോൾ ഇത് പാടിയാൽ മതി. ഇസ്തിഗ്ഫാറാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ ബൈത്താണ്. എല്ലാവർക്കും കിട്ടിയിരുന്നു. കാരണം അന്ന് പള്ളി ദർസുകൾ ഉണ്ടായിരുന്നു. പള്ളി ദർസുകളിൽ തമാശക്ക് പോലും മുകളിൽ നിന്ന് നേരെ കോണി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ ചെല്ലിയിരുന്നത് ഈ ബൈത്താണ്. ഇതെല്ലാവരും കേട്ടിരുന്നു, ഇതെല്ലാവരും പഠിച്ചിരുന്നു.
അന്ന് സ്കൂളിന്റെ ഒഴിവ് കിട്ടുമ്പോൾ പോകുന്ന പള്ളി ദർസുകളിൽ പോലും പോകുന്നവർ ഇത് പഠിച്ചിരുന്നു. പള്ളി ദർസ് മരിച്ചു പോയപ്പോൾ ഒരുപാട് നന്മ മരിച്ചുപോയി. അതിൽപ്പെട്ടതാണ് ഇലാഹി ലസ്തു للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. അതുകൊണ്ട് ഇന്ന അവ്വല സുംറത്തി യദ്ഖുലൂനൽ ജന്ന അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി വല്ലദീന യലൂനഹും അലാ അശദ്ദി കൗകബിൻ ദുജ്ജിൻ ഫിസ്സമാഇ ലാ യഖൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂന. അവരെ മൂക്കിൽ നിന്ന് ഒലിക്കൂല, അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അവർക്ക് നല്ല മുടിയുണ്ടാകും. ആ മുടിയെ ചീകുന്നത് പോലും സ്വർണത്തിന്റെ ചീർപ്പ് കൊണ്ടായിരിക്കും. അവരുടെ വിയർപ്പ് പോലും കസ്തൂരിയായിരിക്കും. ഒരു മനോഹരമായ സുഗന്ധപ്പുകയുടെ നടുവിൽ അവരിങ്ങനെ നടക്കും. ഒരു ഊട് പുകപ്പിക്കാന്നറിയില്ല, മേത്തരം ഊട്, അങ്ങനത്തെ ഊട് പോലെ അവരിങ്ങനെ ഒരു മനോഹരമായ വാസനയുള്ള സുഗന്ധപ്പുക അവരെ ഇങ്ങനെ മൂടുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പുകക്കൊരുപാട് സുഗന്ധപ്പുകക്കൊരുപാടുണ്ട്. ആരോഗ്യം വരെ ഉണ്ടാകും, ശരീരത്തിന് കരുത്തുണ്ടാക്കും. മോശപ്പെട്ട മേധസ്സുകൾ നീക്കിക്കളയാൻ ചില സുഗന്ധപ്പുകകൾക്ക് കഴിയും. അതുകൊണ്ടാണ് 100 ഗ്രാം ഊതിനൊക്കെ ഭയങ്കര വിലയുള്ള ഊടുകളുണ്ട്. ഭയങ്കര വിലയുള്ള ഊടുകളുണ്ട്. അതിൻ്റെ മേത്തരം ഊടുകൾ അവർ കയറി വരുമ്പോൾ സ്വർഗത്തിൽ പുകപ്പിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഐൻ എന്ന വാക്കിൽ നിന്നാണ് ഐൻ എന്ന വാക്ക് വന്നത്. ഐൻ കണ്ണ്, ഐൻ വിശാലമായ കണ്ണുള്ളവൾ, വിശാലാക്ഷി എന്ന് പറയും. വിശാലാക്ഷിക്ക് ചിലപ്പോൾ കണ്ണുണ്ടായിക്കോണമെന്നില്ല, അങ്ങനെ പറയും. ഐൻ കണ്ണ്, ഐൻ കണ്ണുള്ളവൾ, ഹൂറുൽ ഐൻ. അങ്ങനെയാ ഒരു ഭൂമി മുഴുവനും ഒരു കണ്ണിലാണ് കയറും. ആ ജാതി കണ്ണ് ഭയങ്കര കണ്ണായിരിക്കും. അതുകൊണ്ടാണ് ഹൂറുൽ ഐൻ അങ്ങനെ പേര് കിട്ടിയത്. ഹൂറുൽ ഐൻ വിശാലമായ കണ്ണുള്ള സുന്ദരി. അങ്ങനെയാ. കണ്ണ് മാത്രം നന്നാ കണ്ണ് മാത്രം എന്ന് വിചാരിക്കണ്ട, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കണ്ണ് മാത്രം ഒരാൾക്ക് വലിയതായാൽ അതൊരു വൃത്തികേടാണ്. അങ്ങനെയല്ല, അതിനനുസരിച്ചുള്ള മുഖം ഉണ്ടാവും. ഒരാൾക്ക് മുഖം മുഴുവൻ കണ്ണായ അതൊരു വൃത്തികേടാണ്. ഈ തവളയുടെ കുട്ടിക്കാലം അങ്ങനെയാണ്. നിങ്ങളിവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. കണ്ണും ഐൻ 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 എന്ന വാക്കിൽ നിന്നാണ് ഐൻ എന്ന വാക്ക് വന്നത്. ഹൂറുൽ ഐൻ വിശാലാക്ഷി, അതിമനോഹരമായ കണ്ണ്, വിശാലമായ കണ്ണ്. അങ്ങനെയാ ഒരു ആകാശം മുഴുവനും ഒരു കണ്ണിലങ്ങോട്ട് കയറും. കണ്ണിൻ്റെ കൃഷ്ണമണിയും ആകാശവും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും, അത് കയറും കണ്ണിൻ്റെ ഉള്ളിൽ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദിൻ. എല്ലാവരുടെ സ്വഭാവവും ഒരാളുടെ സ്വഭാവം പോലെ ആയിരിക്കും. അതായത് അഭിപ്രായ വ്യത്യാസം എന്നൊരു കാര്യം അവർക്കിടയിൽ ഇല്ല. ഒരൊറ്റ മനുഷ്യന്റെ സ്വഭാവമാണ് മൊത്തം ആളുകളുടെ സ്വഭാവം എന്ന് പുണ്യ നബി. സൂറത്തുഹും സൂറത്തു അലാ സൂറത്തി അബീഹിം ആദമ 60 ദിറാഅൻ ഫിസ്സമാ. ഒരു 60 മുഴമുണ്ടാകും ഒരാളെ വലിപ്പം. സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളുടെ വലിപ്പം 60 മുഴയായിരിക്കും. അങ്ങനെയാണ്. അല്ല സൂറത്തി അബീഹിം ആദമ, ആദം നബിയുടെ രൂപത്തിൽ ഒരാള് 60 ദിറാഅൻ മുകളിലേക്ക് 60 മുഴ ഉണ്ടാവും. അങ്ങനെയാണ്. നല്ല ലംബവലകളായിരിക്കും. നരകക്കാർ മോട്ട വലയായിരിക്കും, സ്വർഗക്കാർ ലംബവലയായിരിക്കും. നരകക്കാർ ഇങ്ങനെ സാധനമായിരിക്കും, ഭയങ്കര ഇരിക്കും, വലിപ്പുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും നരകത്തിൽ ഒരു പർവ്വതം പോലെ ഉണ്ടാകും ഓരോ വ്യക്തിയും നരകത്തിൽ കിടന്നാൽ. അള്ളാഹു കാക്കട്ടെ. ചെറിയ ആളാണെങ്കിൽ തന്നെ നരകത്തിൽ കിടന്നാൽ അവനങ്ങോട്ട് ചീർപ്പിക്കും. ഇങ്ങനെ ഇരിക്കും സ്വർഗക്കാർ, ഇങ്ങനെ ഇരിക്കും നരകക്കാർ, ഇങ്ങനെ ഇരിക്കും. അള്ളാഹു നമ്മളെ സ്വർഗക്കാരിൽ പെടുത്തിട്ട് എന്താണ് അതിൻ്റെ ഒക്കെ രസം. ഇങ്ങനെ ലംബാവാല 100 ആളുടെ അതിനാ അഹ്ലിൽ ജന്ന. താഴെക്കടയിലുള്ള ആൾക്ക് പോലും ദുന്യാവിലെ 100 കരുത്ത മല്ലന്മാരുടെ കരുത്തുണ്ടായിരിക്കും ഒരാൾക്ക്. അതിനാ അഹ്ലിൽ ജന്ന, ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്ക്. അപ്പൊ റസൂലുള്ളാഹിന്റെ കഴിവത്തിനൊന്നും പറയാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിയില്ല.
ഹബീബിനെ പോലത്തെ ആളുകളെ കരുത്തൊന്നും പറയാൻ കഴിയില്ല. ഒരു ഏറ്റവും താഴേക്കിടുള്ള ആൾക്ക് പോലും 100 ആളെ കരുത്തുണ്ടായിരിക്കും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. സ്വർഗത്തിന്റെ മനോഹരമായ സ്വർഗത്തിന് 8 വാതിലുണ്ടാകുമെന്നാണ് സഹീൽ ഇബ്നു സഈദ് സായിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫിൽ ജന്നതി 8 അബ്വാബ്, സ്വർഗത്തിൽ 8 വാതിലുകൾ ഉണ്ടായിരിക്കും. മിൻഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നോമ്പുകാരല്ലാതെ അതിൽ കിടക്കൂല. 8 വാതിൽ, ഒരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ വാതിലിൽ നോമ്പുകാരെ കിടക്കും. പിടിച്ചവനെ, നോമ്പിനോടുള്ള ഹക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് അപാകത പറ്റിയിട്ടുണ്ടെങ്കിൽ നീ പുറത്തിരണമേ പഠിച്ചവനെ. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. നോമ്പുകാരല്ലാത്ത ഒരാൾ, നോമ്പ് നോൽക്കൽ പതിവാക്കിയ ഒരാൾ, നോമ്പിന്റെ റമളാനിന്റെ പ്രാധാന്യത്തെ വീട്ടിയാൽ, അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാതെ ആ വാതിൽ കിടക്കുകയില്ല. ഖാല റസൂലുള്ളാഹി, വാതിലിന്റെ പൊളി പോലും മസീറത്ത് ബൈന മക്ക വ ഹജർ ഔ മക്ക വ ബുസ്റ എന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കണേ, വാതിൽ പൊളി തമ്മിൽ മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള ദൂരമുണ്ടാകും. മക്കയുടെയും ഹജറിന്റെയും, ഒരു റിവായത്തിൽ മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള ദൂരമുണ്ടാകും. ഒരു റിവായത്തിൽ മക്കയുടെയും ബസ്രയുടെയും ഇടയിലുള്ള ദൂരമുണ്ടാകും. മക്കയുടെയും ഹജറിന്റെയും ഇടയിൽ 1160 കിലോമീറ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആധുനിക പണ്ഡിതന്മാർ ശ്രദ്ധിക്കണേ, അതായത് ഒരു വാതിലിന്റെ ഇടയിലുള്ള അകലം 1160 കിലോമീറ്റർ. ഒരു റിവായത്ത് അങ്ങനെയാണ്. മക്കയുടെയും ഹജറിന്റെയും ഇടയിൽ 1160 കിലോമീറ്ററാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു റിവായത്തിൽ ബൈന മക്ക വ ബസ്റാനാണ്. മക്കയുടെയും ബസ്റയുടെയും ഇടയിൽ 1250 കിലോമീറ്ററാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വാതിലിന്റെ അകലം, അതിന്റെ അകലം ഒരഭിപ്രായ പ്രകാരം 1160 കിലോമീറ്റർ, ഒരഭിപ്രായ പ്രകാരം 1250 കിലോമീറ്റർ. ഇതാണ് 2 വാതിലിന്റെ അകലം. ഒരു വാതിലിന്റെ അകലം, ഒരു വാതിലിന്റെ അകലം. ഇത് നമ്മളെ വാതിലിന്റെ, അതായത് നിങ്ങൾ വിചാരിക്കേണ്ട 8 വാതിലിൽ എങ്ങനെയാ പ്രവേശിക്കത്ര ആളുകള്. ഒരു വാതിലിന്റെ പോലും അകലം, ഒരഭിപ്രായം 1160 കിലോമീറ്റർ, ഒരഭിപ്രായം 1250 കിലോമീറ്റർ. ഇത് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായി ആ വാതിലിന്റെ വർണ്ണം പോലും സ്വാദിൽ 49, 50, 51 ആയത്തിലുണ്ട്. وإن للمتقين لحسن مآب جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب. അവർ ഇതാ ഈ ഖുർആൻ നിങ്ങൾക്കൊരു സദുപദേശമാണ്. മടങ്ങിച്ചെല്ലാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം സ്വർഗമാണ്. മടങ്ങിച്ചെല്ലുക എന്നാ ഖുർആൻ പറഞ്ഞത്. സ്വർഗത്തെ കുറിച്ച് മടങ്ങിച്ചെല്ലുന്ന സ്ഥലം എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ ഒരു കാലത്ത് അവിടെ നിന്ന് വന്നവരാ, അതുകൊണ്ട് മടങ്ങിച്ചെല്ലുക എന്നാ പറഞ്ഞത്. മടങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല സ്ഥലം സ്വർഗമാണ്. എന്തുകൊണ്ട്? അവിടെ നിന്ന് നമ്മൾ വന്നവരാണ്, അവിടേക്ക് മടങ്ങിപ്പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിന് വന്നവരെ മടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വർഗത്തിലേക്ക് മടങ്ങലാണ്. നരകവും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. നരകവും ഒരു സൃഷ്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഇബ്ലീസിനോടാണ്, ലഅനത്തുല്ലാഹി അലൈഹി. കാരണം തീയിൽ നിന്ന് പടച്ചത് നമ്മയല്ല, അവനെയാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ നമ്മൾ മടങ്ങുകയാണെങ്കിൽ മടങ്ങേണ്ടത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും, കൊണ്ടുവരൂ ബിഫാകിഹ യദ്ഊന ഫിഹാ. സ്വർഗത്തിൽ കയറിയാല് അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ബിഫാകിഹ പല ജാതി ഫ്രൂട്ട്സുകൾക്ക്, വശറാബിൻ പല ജാതി പാനീയങ്ങൾക്ക്. എന്തുകൊണ്ട്? വയറ് പൊട്ടിപ്പോകുന്ന പ്രശ്നം അവർക്കില്ല, വയറ് നിറങ്ങി കുഴങ്ങുന്ന അവസ്ഥയില്ല, ഇനി കക്കൂസ് പോയിട്ട് മതി എന്ന പ്രശ്നം ഇല്ല, ഒന്നുമില്ല അവർക്ക്. കഴിക്കന്നെ, കുടിക്കന്നെ, ആനന്ദിക്കന്നെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ട്? ഒരു കാലത്ത് അവർ അള്ളാഹുവിന് വേണ്ടി
ഒഴിഞ്ഞുപോയ വയറുകളുടെ പകരമായിട്ട് കഴിച്ചോളൂ എന്ന് പറയപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇടക്കൊരു സുന്നത്ത് നോമ്പ് നോൽക്കണേ. ഇതൊക്കെ നോമ്പിനാണ് ഏറ്റവും വലിയ പ്രധാനം. കമസലി റജുലിൻ മഅഹു സുറത്തു മിസ്കിൻ കുല്ലു വാഹിദിൻ യുഹിബ്ബു അയജിദു റീഹഹു. നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ കസ്തൂരി കൊട്ടയും പിടിച്ച് നിൽക്കുന്ന ആളെ പോലെയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവന്റെ കയ്യിൽ ഒരു ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ കസ്തൂരിയുടെ കൊട്ടയുണ്ട്. എല്ലാവർക്കും അയാളിലേക്ക് നീങ്ങി നിൽക്കാൻ താല്പര്യമാണ്. അതാണ് നോമ്പുകാരനമൻ എന്ന് ഹബീബായ നബി. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറണം, അതുകൊണ്ട് ഒരു ഉപായം പറഞ്ഞു തരണമെന്ന് അലി ബിൻ അബി ത്വാലിബ് നബിയോട് പറഞ്ഞു. അപ്പോൾ മുസ്തഫ നബി സോം നോമ്പോറ്റോന്നു. അപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി ഞാൻ വേറൊരു കാര്യം സോം നോമ്പോറ്റോ. അല്ല നബി എനിക്ക് വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞത് സോം നോമ്പോറ്റോ. സ്വർഗത്തിൽ പോകാൻ ഏറ്റവും നല്ല മാർഗം നോമ്പൊൽക്കല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇടക്കിടക്ക് നോമ്പൊൽക്കുക, ഇടക്കിടക്ക് നോമ്പൊൽക്കുക, വയറിങ്ങനെ കളിക്കുക. അങ്ങനെയാ. മാത്രമല്ല ഇബ്ലീസിനെ കളയാൻ ഏറ്റവും നല്ല മാർഗം വിശപ്പാ. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. തല കൊണ്ട് തുറന്നു പിടിച്ചു തരും. ഒറ്റ മിനിറ്റ് തല കൊണ്ട് തുറന്നു പിടിച്ചു കേട്ടോളൂ. ബുഖാരിയുടെ ഹദീസ്, രക്തം നടക്കുന്നിടത്തെല്ലാം പിശാച് നടക്കും. എല്ലായിടത്തും നടക്കും. ഇനി എന്താ മാർഗം? അവന്റെ മാർഗം തടസ്സപ്പെടുത്തണമെങ്കിൽ വിശക്കണം. നിങ്ങൾ തടസ്സപ്പെടുത്തുക. മജാരിഹി, പിശാജ് നടക്കുന്ന നടവഴികളെ. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും നടക്കും പിശാജ്. അവന്റെ നടപടികളെ നിങ്ങൾ തടസ്സപ്പെടുത്തുക. ബിൽ ജൂഇ, വിശപ്പ് കൊണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി ഫലയഖു മജാരിഹി ബിൽ ജൂഇ. പിശാചിന്റെ വഴി തടസ്സപ്പെടുത്തണമെങ്കിൽ വിശക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരിങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ അവർ വിശന്നവരാ. അപ്പോൾ അവർക്ക് അവിടെ ഇത്രയും കഴിക്കാൻ അല്ലാഹു തആല സൗകര്യം കൊടുക്കും. കഴിക്കലേ ഒരു പ്രശ്നമില്ല. ഇന്ന അസ്ഹാഉ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾക്ക് കിട്ടുന്ന ആയത്താ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറാഖി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഉൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവരിങ്ങനെ അനുഭവദായകമായ കാര്യങ്ങളിൽ ഏർപ്പെടും. അവരും അവരുടെ ഇണകളും ചില മനോഹരമായ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ ഇരിക്കും. അലൽ അറായിക്ക് മുട്ടയ്ക്കും, ആടുന്ന കട്ടിലുകളിൽ അവർ ചാരിയിരിക്കും. ചില പ്രത്യേകമായ കോടടികളും തലയണകളും ചില കട്ടിലുകളും അവർക്കുണ്ടായിരിക്കും. എല്ലാവിധ വിധത്തിലുള്ള പഴവർഗവും ഉണ്ടാവും. വലഹുമായ തഴുന, പിന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യും, കൊണ്ടുവരും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിന്റെ സലാമിന്റെ വാക്ക് അവർ പറയുകയും ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അവർക്ക് ആവശ്യപ്പെടാം, എല്ലാം കൊടുക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾക്ക് ആവശ്യപ്പെടാം, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു വലിയ സൽക്കാരം നൽകും. സൂറത്ത് ഫുസ്സിലത്തിനാണ്. ഈമാനോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ മതി. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഈമാനോട് കൂടിയുള്ള മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമസ്കാരത്തിന്റെ പൂരി തീരാത്ത ആളാണെങ്കിൽ അവനെ നമസ്കാരത്തിന്റെ വാതിലൂടെ വിളിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമസ്കാരത്തിന്റെ പൂരി കഴിയില്ല. ആരെപ്പോലെ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു മരിക്കണ നേരത്തും പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില ആളുകൾ ഉണ്ടാവും, നിസ്കരിച്ച് നിസ്കാരത്തോടുള്ള കൂടി അങ്ങോട്ട് തീരില്ല. ഹബീബായ നബി പറഞ്ഞല്ലോ, എനിക്ക് ഈ ലോകത്ത് കൊടിരിരാത്ത 3 കാര്യമാണ്. സുഗന്ധം, എന്റെ ഭാര്യമാരും, നിസ്കാരത്തിൽ കിടന്ന് എന്റെ കണ്ണ് കുളിർക്കലും.
പുണ്യനബി. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അത്വയ്ബു, സുഗന്ധം. കാന യസ്രിഫുൽ ത്വയ്മി, ത്വയ്ബി അക്സറമായ യസ്രിഫുൽ ത്വഅം, ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ സുഗന്ധത്തിന് പണം ചെലവാക്കിയ ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സുഗന്ധം, പിന്നെ തന്റെ ഭാര്യമാരോടുള്ള സന്തോഷം, പിന്നെ നിസ്കാരത്തിൽ എങ്ങനെ കിടക്കുക. ഖുർറത്തു ഐനി ബിസ്സലാ വഖുർറത്തു ഐനി ബിസ്സലാ, അങ്ങനെ കിടക്കുക. അവർ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടും. അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അവരല്ലാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ധർമ്മസമരം എന്ന് പറഞ്ഞാല് ആരുടെയെങ്കിലും കൈവട്ടലാണ് എന്ന് വിചാരിക്കണ്ട. ധർമ്മസമരം ഇതന്നെയാ. ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മസമരം ഇതാണ്. ഏറ്റവും വലിയ ജിഹാദ് വിജ്ഞാനം കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴേ ഇരുട്ട് നീങ്ങും. വിജ്ഞാനം കൊണ്ട് ജിഹാദ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് തന്നെ ഏറ്റവും വലിയ ജിഹാദ്. വിജ്ഞാനം കൊണ്ടാ. വിജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇരുട്ട് നീങ്ങിപ്പോകും. ഏറ്റവും വലിയ അതിന് ജിഹാദ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ആ വഴിയിൽ, ആ വാതിലിൽ വിളിക്കപ്പെടും. മൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബിർ റയ്യാൻ, നോമ്പിന്റെ ആളാണെങ്കിൽ നോമ്പിന്റെ വാതിലിൽ വിളിക്കപ്പെടും. മൻ കാന മിൻ അഹ്ലി സ്വദഖ ദുഇയ മിൻ ബാബി സ്വദഖ, കിട്ടുന്നതിൽ നിന്ന് ദാനം ചെയ്യുന്ന ആളാണെങ്കിൽ ദാനം ചെയ്ത് ജീവിതം ദാനം ചെയ്യാൻ വേണ്ടി നീ കിട്ടുന്നതൊക്കെ ദാനം ചെയ്യുക. അങ്ങനത്തെ ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട സൂറത്ത് യാസീനിൽ പറയുന്ന ഒരു മഹാനുണ്ട്, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ ഖാല യാ തബിഉ മൻ ലാ യസ്അലുകും അജ്റാ. അങ്ങനെ ഒരാളുണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിച്ചു, അദ്ദേഹം ഷഹീദായിട്ട് സ്വർഗത്തിൽ വെച്ച് സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 8 വാളിലിനെ 8 രീതിയിൽ ഹബീബായ നബി പറഞ്ഞപ്പോൾ കരഞ്ഞു. എന്താ കരഞ്ഞത്? എന്താ കരയുന്നത്? സിദ്ദീഖുൽ അക്ബർ 8 വാതിലിനും ഓരോ വാതിലിനും നിസ്കാരമുള്ളവനെന്ന് സ്വർഗത്തിന്റെ നിസ്കാരവാതിൽ വിളിക്കപ്പെടും, നോമ്പുള്ളവന് നോമ്പിന്റെ വാതിൽ വിളിക്കപ്പെടും, സദക്കയുടെ വാതിൽ വിളിക്കപ്പെടും. ഹബീബുൻ നജ്ജാറിന് സദക്കയുടെ ബാബ്, ഹബീബുൻ നജ്ജാറിന്റെ മഹത്വത്തെ പറഞ്ഞപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ബഹുമാനപ്പെട്ടവർക്കാണ് അന്നന്നത്തെ ലാഭത്തിന്റെ പകുതിയും അന്നന്ന് ദാനം ചെയ്യുന്ന ആളായിരുന്നു ഹബീബുൻ നജ്ജാർ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും, അവരെ സദഖയുടെ വാതിലിൽ വിളിക്കപ്പെടും. ഇത് കേട്ടപ്പോൾ കരഞ്ഞു ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഫഹൽ യുദ്അഹദു മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ഒരാളുണ്ടാവുമോ? എനിക്കത് വലിയ കൊടിയാണ് നബി. ചില ആളുകൾ വരും, എല്ലാ വാതിലും പറയും, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, അർജു അൻ തകൂന മിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ഒരാളാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹബീബായ റസൂലുള്ളാഹി അതിൽപ്പെട്ട ആളാണ്. നിങ്ങൾ വരുമ്പോൾ സ്വർഗത്തിൽ 8 വാതിലും വിളിക്കും, ഇങ്ങോട്ട് വരും സിദ്ദീഖേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. 8 വാതിലും വിളിക്കും. സ്വർഗത്തിന്റെ വാതിലിലൂടെ 8 വാതിലിലൂടെ 8 ഗുണങ്ങൾ പറഞ്ഞിട്ട് അതാത് ആളുകളെ അതാത് വാതിലിലൂടെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞു. എല്ലാ വാതിലും വിളിക്കപ്പെടുന്ന ഒരാളുണ്ടാകുമോ? കാലനാം ഉണ്ടാകും. നിങ്ങളതിൽപ്പെട്ട ആളാണ് എന്ന് സിദ്ദീഖുൽ അക്ബറിനോട് നിങ്ങളതിൽപ്പെട്ട ആളാണ് ഹബീബ റസൂലുള്ളാഹി. എല്ലാം ആരാണിന്ന് നേരം വെളുത്തിട്ടൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ട് സുബഹി നിസ്കരിച്ചിരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് ആരാ നേരം വെളുക്കുമ്പോൾ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ എല്ലാവരും പറഞ്ഞു, നബി ഞങ്ങൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ വേറൊരാൾക്ക് കൊടുക്കുക? അപ്പോൾ പറഞ്ഞു, വാന ഞാനുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബർ. അതെങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിലൂടെ വരികയായിരുന്നു. അതെങ്ങനെ ചോദിച്ചത്? ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ച ആളുണ്ടോ? അതെങ്ങനെ ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു, നബി നേരം വിളിക്കുന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ രോഗിയെ സന്ദർശിക്കാനുള്ള സമയം ആവണേലേ ഉള്ളൂ. അപ്പോൾ വാന യാ റസൂലല്ലാഹ്, സുബഹി നിസ്കരിച്ചിരിക്കുക, വാന യാ റസൂലല്ലാഹ് ഞാൻ ഉണ്ട്. അതെങ്ങനെ ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സോക്കടാണെന്നറിഞ്ഞു. ഞാൻ സുബഹി നിസ്കരിക്കാൻ വന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിലൂടെയാ. അദ്ദേഹത്തിന്റെ അരികിൽ പോയി കൈഫ അസ്ബഹത, എന്താണ് നിങ്ങളെ അവസ്ഥ എന്ന് ചോദിച്ചാ പള്ളിയിൽ വന്നത്. അപ്പൊ സുബഹിയുടെ മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിൽ പോയി രോഗി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആര്? സിദ്ദീഖുൽ അക്ബർ. 8 വാതിലൂടെ വിളിക്കാൻ കാരണമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, സിദ്ദീഖ് വിജയിച്ചു. അടുത്ത റസൂലുള്ളാഹി ചോദിച്ചു, ഇന്ന് നേരം വിളിച്ചിട്ട് ആരാണ് മൻ അത്അമ ജാഇഅൻ, ഒരു വിശന്നാൾക്ക് ഭക്ഷണം കൊടുത്തത് ഇന്ന് നേരം വിളിച്ചിട്ട് ആരാളുള്ളത്? അപ്പോൾ പറഞ്ഞു, നബിയെ അതെങ്ങനെ ഉണ്ടാവുക, നേരം വിളിച്ചിട്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, വാനെ യാ റസൂലല്ലാഹ്, ഞാനുണ്ട്. അതെങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ ഇറങ്ങി വരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ പള്ളിയുടെ മുഖത്ത് മുൻവാതിലിൽ ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് മനസ്സിലായി, ഈ ഒരു വാതിലിൽ ഇങ്ങനെ രാവിലെ അയാൾ ഇരിക്കണമെങ്കിൽ ഇന്നലെ രാത്രി അയാൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ നേരെ തിരിച്ചു മടങ്ങി അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിൽ പോയി. അബ്ദുറഹ്മാൻ ഇവിടെ വല്ല ഭക്ഷണ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു റൊട്ടി കഷ്ണം കിട്ടി. ആ റൊട്ടി കഷ്ണമായിട്ടാണ് ഞാൻ വന്നത്. അത് അയാൾക്ക് കൊടുത്തിട്ടാ ഞാൻ പള്ളിയിൽ കയറിയത്. ഹബീബ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഇന്ന് നേരം വിളിക്കുമ്പോ ഇന്ന് നേരം വിളിച്ചിട്ട് ആരെങ്കിലും ഇവിടെ നോമ്പുകാരുണ്ടോ? ആരും പറഞ്ഞു, ഇന്ന് നോമ്പിന്റെ ദിവസമല്ലല്ലോ, ഞങ്ങൾക്കാരും നോമ്പില്ല. അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതാ പറഞ്ഞത്. അതുകൊണ്ടാ സിദ്ദീഖുൽ അക്ബർ കാരൻ, നബിയെ എനിക്ക് എല്ലാത്തിനോടും ആഗ്രഹമാണ്, എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടും. അപ്പോൾ പറഞ്ഞു, ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നത്, നിങ്ങളെ വിളിക്കുമെന്നല്ല നബി പറഞ്ഞത്, ആ കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങൾ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, മറ്റു പലരെയും അങ്ങനെ വിളിക്കപ്പെടും. അധ്വാനിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് ഖൈറിനുമോ ഏത് ഖൈറിന് വേണ്ടിയും ഓടുക, ഏത് ഖൈറിന് വേണ്ടിയും അധ്വാനിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗം കിട്ടും, കിട്ടാതൊന്നും പോവില്ല. സ്വർഗം കിട്ടും. കുറച്ച് നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു തരട്ടെ. ഞാൻ സ്വർഗത്തിലെ ചില വിഭവങ്ങൾ, സ്വർഗത്തിന്റെ വാതില്, സ്വർഗത്തിൽ കയറുന്നവര്, ഇതിന്റെ ചില കാര്യങ്ങളൊക്കെയാണ്, വാതിലൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയത്. ചില വിഭവങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരാം. ചില വിഭവങ്ങൾ അള്ളാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. അയാൾ പറയും, കരയും. സ്വർഗത്തിനെ പറ്റിയും നരകത്തിനെ പറ്റിയും സമയം നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് കാര്യമായി താഴ്വ വേള പറഞ്ഞിരുന്നത്. താഴ്വയുടെ കവിതയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ആ കവിതയൊക്കെ എല്ലാവർക്കും കാണാതെ കിട്ടിയിരുന്നു. അതൊന്നും അറിയൂല. അതൊക്കെയാണ് പാട്ട്. എന്താണ് ഇതിൻ്റെ രസം? ഞാൻ നിങ്ങൾക്ക് ചില കവിതകൾ പഠിച്ചുതരാം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലെ, മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നടാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നടാ, പുറത്തുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ. എന്തൊരു വാക്കാണ് പറഞ്ഞത്. പുറത്തുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പുറത്തുള്ള ചരലും മണ്ണും വരെ സ്വർഗത്തിൽ മനോഹരമായ പവിഴവും മുത്തും രത്നങ്ങളുമാണ്. പിന്നെന്താ? പുറത്തുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ, കുടിക്കുന്ന പഴമടും എടുക്കുന്നടാ കയറണ്ട, കുടിക്കുന്ന പഴമടു കുന്നടാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നടാ കുറയണ്ട, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളടാ കടളിപ്പഴം തിന്നാനും, ഹിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും നല്ല കൗതുക മുത്തുകൾ, സുഖങ്ങളില്ല എപ്പോഴും ആരോഗ്യമാ, അസ്വാജ് മൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കൊള്ളതൊന്നും തന്നെ നീ അറിയണ്ട. എന്തൊരു മനോഹരമായ വരിയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു, അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു. ചില മനുഷ്യന്മാർക്ക് അങ്ങോട്ട് കൊടുക്കും, ചില പടച്ചോൻ അങ്ങോട്ട് അറിഞ്ഞിട്ട്. അത്തരം മനുഷ്യന്മാരൊന്നും മരിക്കൂല, അവരിപ്പോഴും ജീവിക്കാം. ഇതാണ് അവരുടെ ജീവിതം. അതുകൊണ്ടാണ് രക്തസാക്ഷിയുടെ രക്തത്തിന്റെ വിലയാണ് പണ്ഡിതന്റെ മഷിത്തുള്ളിക്കുണ്ടാവുക എന്ന് ഹബീബായ നബി. എന്താണ് ആ കവിതയുടെ മനോഹാരിത!
ജീവിക്കാണ് കവിത. എന്തോ ഒരു ജീവനാണ് കവിതക്ക്. നടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, തരാട്ടു പാടാൻ തൊഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്, സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്, ചഞ്ഞും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്. സ്വർഗീയാംഗനകൾ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പാട്ടുപാടി കൊടുക്കുമെന്ന് ഹബീബ് പറയുന്നുണ്ട്. നല്ല പാട്ട് കച്ചേരി ഉണ്ടാവും, നല്ല പാട്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ ഉണർത്താൻ പാട്ടിന് കഴിയും. നല്ല പാട്ടുണ്ടാകും സ്വർഗത്തിൽ, ഭയങ്കരം. അതിനുവേണ്ടി അല്ലാഹു തആല നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് വേണ്ടി പാട്ട് പാടാൻ ആളെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവർക്ക് നരകമില്ല. ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഈ നിഅമത്തൊക്കെ അല്ലാഹു നമുക്ക് തന്നില്ലേ, ഇനി തരാനുമില്ലേ, പിന്നെ എങ്ങനെ അല്ലാഹുവിനെ നമ്മൾ ധിക്കരിക്കുന്നു? ആലോചിക്ക്. നമ്മളിവിടെ സമാധാനവും നന്മയല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. എന്തൊക്കെ അനുഗ്രഹം നമുക്ക് കാത്തിരിക്കുന്നതാണ്. നമ്മളെ കാത്തിരിക്കുന്നില്ലേ അനുഗ്രഹങ്ങൾ? അല്ലാഹു അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിച്ചുണ്ട്, സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്, ചഞ്ഞും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്. സ്കിന്റെ കസ്തൂരിയുടെ കുണ്ണ സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബായ നബി പറഞ്ഞു. വെള്ളിയാഴ്ച ഉണ്ട്, തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, ബുധനാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉണ്ട്. കാര്യമായ കളി വെള്ളിയാഴ്ച. സ്വർഗത്തിൽ വെള്ളിയാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ഞായറാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ തിങ്കളാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ചൊവ്വാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ബുധനാഴ്ച ഉണ്ട്, എല്ലാം ഉണ്ട്. ഏറ്റവും കാര്യമായ ആനന്ദം ഉണ്ടാവുക വെള്ളിയാഴ്ച. എനിക്ക് ജിദ്ദയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഓർമ്മ വരാറുണ്ട്. ജിദ്ദയിൽ കാര്യമായി എല്ലാവരും ഇങ്ങനെ ഒരു കൂടുന്ന ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും. സ്വർഗത്തിൽ ആളുകൾ കാര്യമായി കൂടുക വെള്ളിയാഴ്ച. എല്ലാവരും സ്വർഗത്തിൽ മനോഹരമായ കളികളും വിനോദങ്ങളും നടക്കുന്നത് വെള്ളിയാഴ്ചയാവും. ഇങ്ങനെ കസ്തൂരിക്കുണ്ണുകൾ ഉണ്ടാകും. ആ കസ്തൂരിക്കുണ്ണുകൾ ഇങ്ങനെ ആനന്ദിച്ച് കളിക്കുമെന്ന് ആര് അഹ്ലുൽ ജന്ന, സ്വർഗക്കാർക്ക് ആനന്ദിച്ച് കളിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മണിമേടകൾ കാണാനതിൽ പെരുട്ടുണ്ട്, യാക്കൂത്തിനാൽ പല ഭിത്തികൾ അടിലുണ്ട്, അൻവാറിനാൽ ചില കുബ്ബകൾ അടിലുണ്ട്, ആരും തൊടാത്ത അബ്കാർ അതിനകത്തുണ്ട്, മരന്റെ പേരിരു മാരടക്കെഴുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നതിനടുത്തുണ്ട്, അതിരറ്റ ഹുബ്ബസ് വാജിനോടവർക്കുണ്ട്, യാക്കൂത്ത് മർജാനോട് തശ്ബീഹുണ്ട്. സ്വർഗത്തിലെ എണ്ണകളോട് വലിയ ആനന്ദമായിരിക്കും, ഭയങ്കര കൊടിയായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. ഹബീബായ നബി സുന്നത്താക്കിയിട്ടുണ്ട്. ഒരാളെ തന്റെ ഭാര്യ ദുന്യവിയായ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ പറയും, എന്നെ അവള് വിളിക്കുന്നുണ്ട്, നീ പിന്നെ ബുദ്ധിമുട്ടും പറയൽ സുന്നത്താണ്. തിരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്? അവൾ വിളിക്കാന്നാണ്. സ്വർഗത്തിലെ പെണ്ണ് എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പോയാൽ അള്ളാഹു നിനക്ക് വേണ്ടി എന്നെ ഇവിടെ നിലനിർത്തായിരിക്കും, ഞാൻ പോയാൽ എനിക്ക് നിന്നെക്കാൾ വലിയ ആളെ അവിടെ കിട്ടും, നീ പിന്നെ ബുദ്ധിമുട്ടുമേ എന്ന് പറയൽ സുന്നത്താണ്. ശ്രദ്ധിക്കണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പറയാൻ കഴിയണം. ഞങ്ങളെ കാത്തിരിക്കണ്ടാണ്, ഞങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് അറിയാല. തിരിച്ചിങ്ങോട്ട് വരാൻ നോക്കുമല്ലോ. ആകരുത്, അങ്ങനെ ആകരുത്, അങ്ങനെ ആവരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നടുത്തെപ്പോഴും അതിരറ്റ ഹുബ്ബസ് വാജിനോടവർക്കുണ്ട്, യാക്കൂത്ത് മർജാനോട് തശ്ബീഹുണ്ട്, മലിനങ്ങളില്ല ശുദ്ധി എപ്പോഴുമുണ്ട്, മണവസ്തു പൂശാൻ എപ്പോഴും മണമുണ്ട്, മിന്നിത്തിളങ്ങും സ്വർഗവും ചിരികൊണ്ട്, ചുണ്ടിന്റെ വെളിയിൽ പല്ലു കണ്ടതുകൊണ്ട്. ഹദീസാണത്.
സ്വർഗീയ അങ്കനകൾ ചിരിച്ചാൽ സ്വർഗത്തിൽ അതിന്റെ മനോഹരമായ പ്രഭ പരക്കും. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പല്ല് പുറത്ത് കണ്ടാൽ സ്വർഗം മനോഹരമായി പ്രകാശിക്കുമെന്നാണ്. അത്രയും പല്ലിന്റെ മാറാണ്ടാവും. അങ്ങനെയാണ്. എന്ന് കോൾഗേറ്റിട്ട് പല്ല് കേൾക്കണമെന്ന് പറയേണ്ടി വരില്ല. ആ ജാതി അല്ല, ശ്രദ്ധിക്കണം. മലിനങ്ങളില്ല, ശുദ്ധി എപ്പോഴുമുണ്ട്, മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട്, മിന്നിത്തിളങ്ങും സ്വർഗവും ചെരി കൊണ്ട്, ചുണ്ടിന്റെ വെളിയിൽ പല്ലു കണ്ടതുകൊണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. അവർക്കുള്ള മുമ്പലിന്റെ ലങ്കൽ കണ്ട്. സയ്യിദുനാ ജിബ്രീൽ സ്വർഗീയ അങ്കനകളുടെ പല്ലിന്റെ മനോഹാരിത കണ്ട് സയ്യിദുനാ ജിബ്രീൽ പോലും അമ്പരന്ന് പോയി. ഹബീബ നബി പറഞ്ഞതാ, ഇതൊക്കെ മുസ്തഫ നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ ആളുകളെ തരണമേ തമ്പുരാനെ, ഞങ്ങൾക്കും തരണമേ റബ്ബേ, ഞങ്ങളെ അണകൾക്ക് കൊടുക്കണമേ റബ്ബേ, എല്ലാവർക്കും തരണമേ റബ്ബേ, എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഈ സൗഭാഗ്യങ്ങളെ നീ നൽകണമേ തമ്പുരാനെ. ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട്. മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരടിലുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട, വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യേണ്ട, കുന്ന സുച്ചതിനൊക്കെയുണ്ടറുകൊണ്ട, കലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട, 33 കവിയണ്ട, റബ്ബിന്റെ തൗഫീഖാൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണവ നിഷ്ഠമായാൽ നിന്നെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منه، اللهم اجعلنا منه وكبر اللهم اجعلنا منه. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീയൊരു പാസുദാമന്നാനെ. ആമീൻ. അല്ലേക്കു നീയൊരു പാസുദാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. അന്ന് വീടുകളിലൊക്കെ സന്തോഷം ഈ പാട്ടുപാടലായിരുന്നു. അന്ന് എല്ലാവർക്കും നന്മ ചെയ്യാൻ ഭയങ്കര റഹബത്തുണ്ടായി, ഭയങ്കര ആഗ്രഹം. ഇന്നതൊന്നുമില്ല, ഇന്ന് റിയാലിറ്റി ഷോ ആണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്നത് പറയേണ്ട ദിവസമല്ല. ഇന്നലെ ഒരാൾ എന്നോട് റിയാലിറ്റി ഷോയെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഓർമ്മപ്പെടുത്തി തരണം. ഞാൻ റിയാലിറ്റി ഷോ കാണാറില്ല, അതുകൊണ്ട് നിങ്ങളൊരാൾ പറഞ്ഞെന്നാലേ എനിക്ക് പറ്റി അറിയൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് റിയാലിറ്റി ഷോയെ പറ്റി പറഞ്ഞപ്പോഴാണ് അത് എത്ര ഗൗരവമാണ്. റമദാനിൽ പോലും അതിന്റെ പിന്നാലെ ആളുകൾ. അതിനെ അള്ളാനെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമല്ല റിയാലിറ്റി ഷോ, അല്ല വേറെ ചിന്തയില്ല. പാട്ട് പാടുക, പാട്ട് കൂത്ത്, കളി, വിനോദം. പഠിച്ചവനെ അക്കാലത്ത് അങ്ങനെയല്ല. മുഹമ്മദ് മുസ്ലിയാർ ഈ പാട്ട് എല്ലാ വീടുകളിലുണ്ട്. ഇതിങ്ങനെ പാടിക്കും, നല്ല സ്വരഭംഗിയുള്ള ആളുകളെ കൊണ്ട്, ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിക്കും. എന്റെ വല്യമ്മനെ കൊണ്ട് ഒഴിവ് കിട്ടിയാൽ പാടിക്കും. ഒഴിവ് കിട്ടിയാൽ വെള്ളിയാഴ്ച രാവിലെയൊക്കെ നല്ല ഒഴിവുണ്ടാവും. ഒന്ന് മദ്രസയില്ല, സ്കൂളും ഇല്ല. ഞങ്ങൾ മാപ്പിള സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത്. സ്കൂളും ഇല്ല, മദ്രസ ഇല്ല, നല്ല സൗകര്യം. ഈ പാട്ട് പഠിക്കും, ഒന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയും, ചില വാക്കുകൾ വിശദീകരിക്കും. എനിക്ക് തോന്നുക ആ പാട്ട് വല്യമ്മക്ക് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ ഒരു തൗഫീഖ് പിന്നെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിപ്പോയോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീ ഒരു പൈസ ഉണ്ടിട്ട് കാര്യമല്ല. മണിയില്ല റബ്ബേ വാങ്ങുവാൻ. മണി എന്ന് പറഞ്ഞാൽ പണം. അത് ആ വീട് വാങ്ങാൻ എൻ്റെ കയ്യിൽ പണം ഇല്ല, അത് നീ തന്നെ തരണം. പണം കൊടുത്താൽ അതോട്ട് കിട്ടൂല. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീ ഒരു പാസുദാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. ഈ പാട്ട് പാടുമ്പോൾ അടുത്ത് വന്നിരുന്ന ആളുകളൊക്കെ ഏകദേശം മരിച്ചുപോയി. വല്യപ്പ മരിച്ചുപോയി, വല്യമ്മ മരിച്ചുപോയി, അമ്മാവൻ തെറ്റ് പറഞ്ഞു തരാൻ വേണ്ടി അടുത്തിരിക്കും. അദ്ദേഹം ഒരു ആലിം മരിച്ചുപോയി. അല്ലാഹു ഓഫറത്ത് ചെയ്യട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു. നമ്മൾ ഈ റിയാലിറ്റി ഷോ കളിയുടെയും ആളുകൾ മാത്രം ബാക്കി. മനസ്സ് അല്ലാഹു അങ്ങോട്ട് പോയി.
ദുന്യാവിന്റെ ചിന്തയിൽ മുഴുകി. ഇതൊക്കെ എത്ര നല്ല പാട്ടാണ്, ഇത് എത്ര നല്ല, ഇതൊക്കെ ആയത്തും ഹദീസും അല്ലാതെ പറയുന്നില്ല. ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കിക്കൂടെ, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, ഒന്ന് വാങ്ങിക്കൂടെ. കുട്ടികളോട് പറഞ്ഞു ഇതൊന്ന് പഠിച്ചു നോക്ക്. എന്തൊരു സ്വരഭംഗിയാണ്, എന്തൊരു മനോഹരമായ, ഇതിനൊക്കെ 100 മാർക്കല്ലേ എന്നും 16 വയസ്സല്ലേ. ഈ പാട്ടിന്റെ രസം ഒരു കാലത്ത് അവസാനിക്കും. കാരണം ഇത് കേവലം പാട്ടല്ലല്ലോ, മനോഹരമായ ആശയങ്ങൾ പേറി നിൽക്കുന്ന മനോഹരമായ പ്രഭ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളല്ലേ ഉള്ളത്. അതിനോടിലേക്കു നീ ഒരു പാസുരാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ, സൗജന്യമായിരു നീ കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, മൗത്തിന്റെ സമയം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ, ഗുണം ചെയ്യണേ നബി എപ്പോഴും നീ കോനെ, അസ്ഹാബികൾക്കും ആലിലും റഹ്മാനെ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ ഇതൊക്കെ പഠിച്ചു നോക്ക്. എന്തായി പറയുന്നത്? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസ്. ഞാൻ എന്റെ വ്യാഖ്യാനം ഇങ്ങനെ തന്നെ ഞാൻ ആയത്തോടി തരാം, ഇങ്ങനെ തന്നെ ഞാൻ ആയത്തോടി തരാം. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസ് കാന മിസാജുഹാ ഖഫൂറ ഹൈന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. സ്വർഗ്ഗവും നൽകും പട്ടും നൽകും, അങ്ങനെ അവരെ ആനയിച്ച് സ്വീകരിക്കും. അല്ലാഹു തആല എന്തിനാണ് അവർക്ക് ചെയ്യുന്നത്? ജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കാൻ തയ്യാറാകണം, ത്യാഗം ചെയ്യണം. പുതിയ തലമുറക്ക് ത്യാഗമില്ല, ക്ഷമയില്ല, ത്യാഗമില്ല, അനുഭവങ്ങളില്ല, കവിതയില്ല, ഒന്നുമില്ല, നന്മയൊന്നുമില്ല, ത്യാഗമില്ല. ത്യാഗമില്ലാത്തടത്ത് നന്മ വിളയുകയില്ല, ഒന്നുമില്ല. ത്യാഗമില്ലാതെ നേട്ടമുണ്ടാവില്ല. എല്ലാ പ്രസ്ഥാനങ്ങളും തുടങ്ങിയിടത്തുനിന്ന് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തെ കാഴ്ച. ചില സത്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. മലബാറിൽ വലിയ വലിയ മനുഷ്യന്മാർ പല പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ പ്രസ്ഥാനങ്ങളൊക്കെ നിൽപ്പിൽ പുറകോട്ട് പോകുന്നതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നത്. ബുദ്ധി വേണം, പടച്ചോൻ മൗഹിബത്തായി നൽകണം. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് മലബാറിലെ പ്രസ്ഥാനങ്ങൾ നേരെ പുറകോട്ട് പോകണം. എന്താ കാരണം? ത്യാഗം ചെയ്യാൻ ആളുകളില്ല, ത്യാഗമില്ല. सड़क सड़क पत्थर पर नदियों ने झरना सीखा, बच्चों ने गिर गिर कर चलना सीखा, रो कर हंसना सीखा. ഭയങ്കര വാക്കാണ്, വലിയ പാട്ടാ, വല്ലാത്ത പാട്ടാ. സടക്ക് സടക്ക് പത്തർ പർ നദിയോं ने झरना सीखा, തലക്കല്ലിൽ അടിച്ചടിച്ചാണ് നദികൾ ഒഴുകാൻ തുടങ്ങിയത്. എവിടുന്നോ മലമുകളിൽ നിന്ന് വരികയാണ് നദി. ആദ്യം അതിലെ ഓരോ തുള്ളി വെള്ളവും ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് വീണ് അടിച്ചടിച്ചടിച്ച് തല കല്ലിൽ തട്ടി അടിച്ചടിച്ച് വേദനിച്ചാണ് ഈ നദികൾ, പുഴകൾ മലയിൽ നിന്ന് താഴ്വാരത്തിറങ്ങി വന്ന് സ്വച്ഛന്തമായി മനോഹരമായി കാവ്യഭംഗിയിൽ ഒഴുകുന്നത്. അപ്പോൾ ആദ്യം വേദനിക്കണം, അല്ലാതെ ഒഴുകാൻ കഴിയില്ല. നമുക്കിന്ന് എന്ത് വേണം? നമുക്ക് പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ലീവ് എടുക്കണം. അതാണ് നമ്മളെ പണി. ഒരു പണി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ. ഇവിടെ നമ്മളുള്ളത് അതാണ് നമ്മളെ മഹത്വം. പണിയില്ല, പണി കിട്ടിയിട്ട് വേണം നമുക്ക് ലീവ് എടുക്കാൻ. ഇവിടെ നമ്മളെ മഹത്വം. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത്. ആദ്യം നടക്കണം, അത് നടക്കില്ല. വീണ് പിന്നെ നടക്കാൻ തുടങ്ങും. ത്യാഗം ചെയ്യണം, ത്യാഗം ചെയ്യാൻ നടക്കില്ല. സ്വർഗം ത്യാഗത്തില്ലാതെ കിട്ടില്ല. പൊരിച്ചു തീയുണ്ടാക്കിയിട്ട് ചുട്ടു. ആരെ? ഖബ്ബാബ് ബിനുൽ അറത്തിനെ റളിയല്ലാഹു.
പിന്നെ ബോധരഹിതനായി തീർന്ന് രക്ഷപ്പെട്ടു. ഖുറൈശികൾ ഇട്ടുപോയി, പിന്നെ തീർന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു. കനയത്തവസ്സദ് ബിളിൽ കഅബ, കഅബാലയത്തിന്റെ തണലിൽ ഇങ്ങനെ ഒരു ഫിബർദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പുണ്ടായിരുന്നു. അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി തലയണം വെച്ചിട്ട് കിടക്കുകയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഹബ്ബാബ് വന്നത്. നബി അല്ലാത്ത ഒന്ന് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ പുറങ്ങനെ കാണിച്ചു, എനിക്ക് കൊണ്ട് എന്നെ ദുആ ചെയ്യണം. എന്താ നിനക്ക് പുറം കാണിച്ചു. എന്നെ ചുട്ടതാണ്, എന്നെ തീയിലിട്ട് ചുട്ടതാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതി കൂടുക, ധൃതി കൂടുക. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. അമഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാ. പ്രയാസിക്കാൻ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് വിചാരിക്കരുത്. സ്വർഗം കിട്ടണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാതെ സ്വർഗം കിട്ടാൻ കഴിയില്ല. ഇല്ല, സ്വർഗം കിട്ടില്ല, പണിയെടുക്കണം. അങ്ങനെയാ, പണിയെടുക്കാൻ തയ്യാറാകണം. ശരീകരിക്കണില്ല. അതാണ് വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വതുല്ലിലത് ഖുതുഫുഹാ തദ്ലീലാ. അവരിങ്ങനെ മുത്തഖീന ഫീഹാ അലൽ അറായിക, അലൽ അറായികിന, അവർ ചാരിക്കടക്കുന്ന സ്വർഗത്തിലെ കട്ടിലുകളിൽ ചാരിക്കടക്കും. സ്വർഗത്ത് കയറിയാൽ അവർ ചാരിക്കടക്കുമെന്ന ഈ ആയത്തിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ചാരിക്കടക്കുക എന്നത് വിശ്രമത്തിന്റെ അലാമത്താണ്. വിശ്രമം എന്നുള്ളത് ശ്രമത്തിന്റെ ഫലമാണ്. ശ്രമം ഉണ്ടായാലേ വിശ്രമം ഉണ്ടാവും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായി? സ്വർഗത്തിൽ പോയാൽ ചാരിക്കടക്കാൻ. ഇവിടെ തന്നെ ചാരിക്കടക്കൽ പരിവാക്കിയവർക്ക് അവിടെ പോയാൽ ചാരിക്കടക്കാൻ കഴിയില്ല. ചാരി ഇങ്ങനെ കിടക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം ഇതാണ്. പണിയെടുക്കണം. സ്വർഗത്തിൽ കയറിയാൽ ചാരിക്കടക്കും. എത്രയോ ആയത്തുണ്ടല്ലോ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ വഅസ്വാജുഹും ഫീ ളുലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. കട്ടിലുകളിൽ ചാരിക്കടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അവർ വിശ്രമിക്കാൻ കാരണം അവരിവിടെ ശ്രമിക്കുക. പണി തന്നെ എപ്പോഴും. ഒന്ന് കഴിഞ്ഞാൽ മറ്റേ തുടങ്ങണം. പണി തന്നെ. ഉറങ്ങാൻ വേണ്ടി ഖബറിലേക്ക് പോകണം. ഇത് പറഞ്ഞാൽ പോരാ, ഇത് കയറണം, ഇവിടെ കയറണം. എല്ലാം കൂടെ ഉരുട്ടി കെട്ടിയിട്ട് ഇങ്ങനെ നന്നാക്കിയിട്ടല്ല ഇസ്ലാമത പ്രവർത്തനം നടത്തേണ്ടത്. അതൊന്നും വിചാരിക്കരുത്, അതൊന്നും നടക്കില്ല. നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കി പണിയെടുക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ മുഖത്ത് കരിവാരി അറിയുന്ന ഒരുപാട് പണി ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ബോധവൽക്കരണം നടത്തിയാൽ തന്നെ ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല ഒരു പണിയില്ല. മുക്രിക്ക് സ്വർഗത്തിൽ മഹ്ശറിൽ പോലും മുക്രിമാർ തല ഉയർത്തി നിൽക്കുമെന്ന് പുണ്യനബി പറഞ്ഞു. മുക്രിക്ക് ഒരു ദിവസം എത്ര മിനിറ്റാണ് പണി? മുക്രി എന്ന് പറഞ്ഞാൽ അയാൾ അവള് കഴിക്കണുണ്ടോന്നല്ല, അത് വേറെ പണിയാണ്. മുക്രി മിനായതുവിന്റെ മുക്രി എന്നാൽ എത്ര അയാൾക്ക് പണി? 5 നേരത്തെ ബാങ്ക് കൊടുക്കണം. ഒരു ബാങ്കിന് എത്ര മിനിറ്റ് വേണം? 3 മിനിറ്റ് എന്ന് കൂട്ടിക്കോളൂ. 5 ഒന്നും പറയണ്ട. മക്കത്തെ ബാങ്ക് പോലും 5 മിനിറ്റ് ഉണ്ടാവില്ല. പിന്നെണ്ടോ മുക്കത്തെ ബാങ്ക്? 3 മിനിറ്റ്. 3 മിനിറ്റ് ആണെങ്കിൽ 3 × 5 = 15. അപ്പൊ മുക്രിക്ക് മിനഹൈതു മുക്രി എന്ന നിലക്ക് മുക്രിക്ക് ഒരു ദിവസത്തെ പണി 5 മിനിറ്റ്. 12 കൊല്ലം മുക്രി പണിയെടുത്ത ആൾക്ക് നരകം ഹറാമാണ്. 12 കൊല്ലം മുക്രി പണിയെടുത്ത അള്ളാന്റെ ലീ വജിഹില്ല. 12 കൊല്ലം മുക്രി പണിയെടുത്ത ആൾക്ക് നരകം ഹറാമാണ്. 12 കൊല്ലം കൂടി കൂട്ടി അയാൾ എത്ര പണിയെടുത്തിട്ടുണ്ടാവും? ഒരു ദിവസം ആകെ ഇയാൾക്ക് പണി 15 മിനിറ്റാണ്. അയാളോട് വിചാരിച്ച ശമ്പളം വെട്ടി കൊടുക്കാൻ നോക്കണ്ട. നിങ്ങളിങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ തല അങ്ങോട്ട് ആക്കുന്ന കുറെ പള്ളി സെക്രട്ടറിമാരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അറിയുന്ന ചില സെക്രട്ടറിമാർ തന്നെ തൽക്കാലം തല ആട്ടുന്നുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് കുട്ടൻസ് പിടിയിട്ട് ആകെ 15 മിനിറ്റല്ലേ അയാളെ പണി. അങ്ങനെയല്ല, അയാൾക്കൊരു ദിവസം മെനക്കണം. അയാൾക്ക് അങ്ങോട്ടും നിന്ന് തിരിയാൻ കഴിയില്ല. പക്ഷെ അയാൾക്ക് പണി എന്ന നിലക്ക് അയാൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന സമയം ആകെ 15 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ
ഒരു കൊല്ലത്തിൽ എത്ര കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ? ആ ഒരു കാര്യത്തിന് അന്ത്യനാളിൽ തല ഉയർത്തിപ്പിടിക്കുന്നവർ മുക്രിമാരായിരിക്കും. കാരണം അവർ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതാ. എല്ലാരും ഉറങ്ങിയ നേരത്തും വിളിച്ചു പറഞ്ഞാ പണി കുറച്ചാ, പക്ഷേ അള്ളാഹുലേക്ക് ക്ഷണിച്ചതാ. അത് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് കഴിയില്ലേ? കഴിയുമല്ലോ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാവുക, അപ്പോൾ സ്വർഗം കിട്ടും. നമ്മളെ കുട്ടികളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുക. എല്ലാ കുടുംബത്തിലും ആലിമീങ്ങൾ ഉണ്ടാവുക. എല്ലാ പുരയിലും ആലിമീങ്ങൾ ഉണ്ടാവുക. ആലിമുണ്ടെങ്കിൽ തെറ്റിന്റെ പിന്നാലെ ആ കുടുംബത്തിന് പോകാൻ കഴിയില്ല. ആലിമീങ്ങൾ ഉണ്ടാകണം എല്ലാ വീട്ടിലും. ആലിമീങ്ങളും അള്ളാഹു നമുക്ക് ഒരുപാട് ആലിമീങ്ങളായ മക്കളെ തരട്ടെ. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മകനെ ഒരാളെ ആലിമാക്കിയാൽ ആ ബാപ്പയ്ക്ക് സ്വർഗ്ഗത്തിൽ താജുൽ കറാമത്ത് വെച്ച് കൊടുക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. കറാമത്തിന്റെ കിരീടം വെച്ച് കൊടുക്കും മാശറയിൽ. മകൻ ആലിമാണെങ്കിൽ പാപ്പാക്കും അല്ലാഹു തആല കറാമത്തിന്റെ കിരീടം വെച്ച് കൊടുക്കും മുസ്തഫ നബി പറഞ്ഞു. ആ കിരീടം വേണ്ടവരെ പണിയെടുത്തു. കുടുംബത്തിൽ ആലിമീങ്ങൾ ഉണ്ടാവും. നല്ല ആലിമീങ്ങൾ, അള്ളാഹിനെ പഠിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാവും. അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാവണം. അതാണ് ഈ പരിപാടിയുടെ ഔട്ട് പ്രൊഡക്റ്റ്. ആലിമീങ്ങൾ ഇവിടുന്ന് ഉറപ്പിച്ചു പോകണം. എനിക്കൊരു കുട്ടി ആലിമാക്കണം, അല്ലെങ്കിൽ ഒരു പേരക്കുട്ടി ആലിമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഉറപ്പിച്ചു പോകണം. ആലിമിനേക്കാൾ വലിയൊരു സംഗതിയില്ല. നിങ്ങൾ ബേജാറാവണ്ട. ആലിമാകുമ്പോഴത്തിന് കുറഞ്ഞ ജീവിതം ഉണ്ടാവുള്ളൂ. വളരെ സന്തോഷകരമായ ജീവിതമാണ് ആലിമിനുണ്ടാവുക. ആലിമാണെങ്കിൽ ആലിമായാൽ ആലിം വലിയ. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ എന്ന് ഇമാം ശാഫിഈ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാളില്ല എന്നാണ്. ആലിം വലിയ ഔലിയാക്കന്മാരാണ് ഈ ഇരിക്കുന്നതൊക്കെ. ആലിമു വലിയാൻ, ആലിമു ആമിലായാൽ ആലിം വലിയാൻ. ആലിമിന്റെ കുരുത്തക്കിടത്തൻ വാങ്ങിയാൽ അവന്റെ ആഖിറം ദുനിയാവും പോയി, ആഖിറം പോയി. ആലിം നിസാരം നിങ്ങൾ വിചാരിച്ചു. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിമു വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാളെ ഇല്ല. അതാണ് ആലിം. അതുകൊണ്ട് കുടുംബത്തിൽ ആലിമീങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു തെറ്റ് നാട്ടിൽ നടക്കുമ്പോൾ നടക്കില്ലടാ ഇവിടെ പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടായാൽ കാര്യം നടക്കും. ആലിമീങ്ങൾ വരണം. തെറ്റിന് മേൽ ഇഷ്ടപ്പെടാത്ത ആലിമീങ്ങൾ വരണം. അതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടാവണം കുടുംബത്തിൽ. അള്ളാഹ്ക്കെതിരായ കാര്യം ഒരു കുടുംബത്തിൽ പരസ്യമായി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ വളരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ കുടുംബത്തിൽ, എന്റെ തറവാട്ടിൽ മുച്ചത്തോടന്മാരെന്നാണ് എന്റെ വാപ്പാന്റെ കുടുംബത്തിന് പറയാ. ഞങ്ങളെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഒരു ബഹളം നടക്കൂല. നടന്നാൽ അന്ന് അവിടെ ഒഴിവാക്കിയിരിക്കും. നടക്കൂല. അത് നടക്കാത്ത പരിപാടിയാണ്. നടക്കൂല. എന്തുകൊണ്ട്? കാരണം ഒന്നുമല്ല, നമ്മളൊരു വെളുത്ത കുപ്പായിട്ടത് കൊണ്ട് നമുക്കവിടെ ഒരു അധികാരം ഉണ്ട് എന്നുള്ളതാണ് കാരണം. അത് ഉറപ്പന്നെയാ, വെറുതെ പറയല്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയാം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നടക്കൂല. ഒരു ബഹളം ഉണ്ടാക്കാൻ നടക്കൂല. ഒരു ആലിമിനെ നിന്ദിക്കുന്ന ഒരു കാര്യം എന്റെ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നു, നടക്കൂല. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. എന്തുകൊണ്ട്? ഞാൻ അവരെ കൂട്ടത്തിൽ ചെറിയ ആളാ. മൂത്താപ്പാര മക്കളൊക്കെ എന്നെക്കാൾ വലിയവരാ. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. എന്തുകൊണ്ട്? വിലയുണ്ട്. ഇൽമിനൊരു വിലയുണ്ട്. നമുക്കൊരു വിവരമില്ലെങ്കിലും ആലിമിന് വിലയുണ്ട്. ആലിമീങ്ങൾ ഹദിമീങ്ങളാണല്ലോ നമ്മൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർക്കട്ടെ. അതുകൊണ്ട് കുടുംബത്തിലെ ആലിമീങ്ങൾ വരണം. ഇതെങ്ങനെ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരാ. ആലിമിന്റെ ബാപ്പയാകണം, ആലിമിന്റെ ഉമ്മയാകണം എന്ന് ആഗ്രഹിച്ചു പോകണം. ദുന്യാവ് എന്ത് ദുന്യാവ്? ഇവിടെ ചക്രവർത്തിയായി ഏകദിൻ ക സുൽത്താൻ, ഒരു ദിവസത്തെ രാജാവായിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൽ പേടിക്കുന്ന ആലിമീങ്ങൾ വരണം. ആലിമീങ്ങൾ ഉണ്ടായാലേ നാട് നന്നാവും. ആലിമിനാണ് വിളിച്ചുള്ളത്. ആലിമിനെയാണ് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഉതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു പദവി ഉയർത്തി കൊടുക്കും. ആലിമിനാണ് പദവി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.
മുഅ്മിനീങ്ങളെ, അതോടെ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാവരും ഇതൊന്നും ഒരു നേരത്തെ ഒരു വികാരപ്രകടനം മാത്രമാകാൻ പാടില്ല. ഇത് നമുക്ക് ധ്യാന്തമായി കൊണ്ടുപോകണം. എന്തുകൊണ്ട്? സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാ. വജസാഹും ബിമാ സ്വബാറു ജന്നതൻ വഹരീറാ. ആനയിച്ച് നമ്മളെ സ്വീകരിക്കും. മക്കൾ ആലിമീങ്ങളായാൽ വാപ്പക്കും ഉമ്മാക്കും അല്ലാഹു മഹ്ശറിൽ താജുൽ കറാമത്ത് നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളെ ആലിമാക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. ആലിമീങ്ങൾ ഉണ്ടായാലേ സമൂഹം നന്നാവും. സുന്നത്യമായത്തിന്റെ ആലിമീങ്ങൾ വരണം നാട്ടിൽ. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടാകണം. അവരെ മുഖത്ത് നോക്കി തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുള്ള ഉമ്മത്തിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ല. പറഞ്ഞില്ലേ ഞാൻ, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലെ തന്റെ കൂടെ 42 കൊല്ലം ഒരു മനുഷ്യൻ ദർസിൽ പഠിച്ചു. 42 കൊല്ലം ദർസിൽ പഠിച്ചു ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. 15-ാമത്തെ വയസ്സിലാണ് മുതഅല്ലിമാകാൻ പോയത്. പിന്നെ 42 കൊല്ലം ഓതി. ആരുടെ ദർസിൽ? ചിശ്തി ത്വരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ. ആ മനുഷ്യന് 42 കൊല്ലം കഴിഞ്ഞപ്പോ മദീനയെ കൊണ്ടുപോയി ഇജാസത്ത് വാങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഇന്ത്യയിൽ ആ മനുഷ്യൻ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ആ മനുഷ്യനെ കണ്ട് മുസ്ലിമാണ്. ആരാണ് മനുഷ്യൻ? ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യൻ ഇന്ത്യയിൽ 42 കൊല്ലം ഇൽമ പഠിച്ചു. പകലന്തിയോളം നോമ്പ് നോക്കും, രാത്രി നിസ്കരിക്കും. എല്ലാ ദിവസവും 2 ഖത്തമോടും. അജ്മീർ കിടക്കുന്ന ആള് 42 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. ആ മനുഷ്യൻ ഇന്ത്യയിൽ കണ്ടപ്പോൾ ആ തേജസാർന്ന മനുഷ്യനെ കണ്ടിട്ട് 90 ലക്ഷം ആളുകൾ മുസ്ലിമായി എന്നാണ് ചരിത്രം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ ഉണ്ടാവണം നാട്ടിൽ, കരുത്തുള്ള ആലിമീങ്ങൾ. ആലിം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മൂളാത്തവൻ എന്നാണ് ഇതർത്ഥം. നാട്ടിലെ എല്ലാ അക്രമികൾക്കും തമ്മാടികൾക്കും മൂളുന്നവനല്ല ആലിം, മൂളാത്തവനാണ്. തെറ്റാണെന്ന് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് പറയാ. അവസരം ഇല്ലാത്ത നേരത്തെ പറയാനല്ല, അവസരം ഉണ്ടാക്കി അതിന്റെ ആദാബ് ചിട്ടകൾ സൂക്ഷിക്കുന്നവരാണ് ആലിമീങ്ങൾ. അങ്ങനെയുള്ള ആലിമീങ്ങളുടെ ഒരു മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ മഹത്തുക്കളായ ഉലമാഇന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.